കർത്താവ് എന്തിനാണ് ദൈവമാണെങ്കിൽ ഈ ക്രൂശിൽ കിടന്ന് കരഞ്ഞത്? എന്തിനാണ് ദൈവം അങ്ങനെ മരിക്കുമോ? ഒത്തിരി ചോദ്യങ്ങളാണ്. ആ ചോദ്യമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഒരു പക്ഷേ കേൾക്കുന്നവർക്കിടയിൽ നല്ല വചന പഠനമുള്ളവർക്കൊഴിച്ച് ഈ ചോദ്യമുള്ളവരുണ്ടാവും. കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല മനുഷ്യനല്ലേ? ദൈവമാകുമോ? അവിടുന്ന് ഒരു മഹാനല്ലേ? പ്രവാചകനല്ലേ? ശ്രേഷ്ഠ വ്യക്തിത്വമല്ലേ? അതിനപ്പുറത്ത് യേശുവിനെ ദൈവമാക്കുന്നത് എന്തിന്? അങ്ങനെ നമ്മൾ ദൈവമാക്കിയാലാകുന്ന ആളല്ല യേശു. യേശു ഓൾറെഡി ആരാണെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. പിതാവ് പുത്രനെ വിളിക്കുക ദൈവമേ. ഞാൻ യഹോവ സാക്ഷിക്കാരനോട് ചോദിച്ചു, ഇതിന് നീ ഒരു ഉത്തരം പറ. പ്രൈസ് ദി ലോർഡ്. എബ്രായലേഖനം 1:8 കൃത്യമായി പറയുക, അവൻ ദൂതന്മാരോട് ആരോടെങ്കിലും ചോദിച്ച ചോദ്യം പുത്രനോട് ചോദിച്ച ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എന്താ ചോദിച്ചെന്നറിയണ്ടേ? എബ്രായലേഖനം 1-ാം അധ്യായം തുടങ്ങുന്ന എത്ര മനോഹരമായിട്ട്, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയാ, അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ. എന്താ ഈ തത്വത്തിൻ്റെ മുദ്ര? പറയാം. ഞങ്ങൾ ഒരു ഉന്നത ഓഫീസറെ കാണാൻ പോയി. ധൃതി പിടിച്ചിരിക്കുന്ന സാർ ഇതെല്ലാം നോക്കിയിട്ട് ആ പച്ചമഷിക്ക് ഒരു അടയാളമൊക്കെ കൊടുത്തിട്ട് ചുറ്റും നോക്കിയപ്പോൾ സീൽ അവിടെ ഇല്ല. പുള്ളി പറഞ്ഞ് ഇത് അങ്ങോട്ടും ഉണ്ടില്ല, അവിടെ ക്ലാർക്ക് ഇരിപ്പുണ്ട്, സീല് വെച്ചിട്ട് പോ. ക്ലർക്ക് അവിടെ നിന്ന് ഈ റൗണ്ട് സീലൊക്കെ എടുത്ത് സാർ ഒപ്പിട്ടതിൻ്റെ ഭാഗത്ത് ഒന്ന് ഇടിച്ചു. രണ്ടുപേരും പറഞ്ഞത് രണ്ട് കാര്യമാണ്. സീലെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു സ്റ്റാമ്പാണ്, അവിടെ ഇരിക്കുന്ന സാധനമാണ്. ഈ അപേക്ഷകൻ ഉദ്ദേശിച്ച സീല് ഇതിൽ പതിയേണ്ട സീലാണ്. രണ്ടും അർത്ഥത്തിലൊന്നാണ്. സീലിൽ എന്തുണ്ട് അതേ പേപ്പറിൽ പതിയൂ. അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര. ആരുടെ? പിതാവിൻ്റെ തത്വത്തിൻ്റെ മുദ്രയാ പുത്രൻ. പിതാവിൽ എന്തുണ്ട് അത് പതിഞ്ഞിരിക്കുക ഈ പുത്രനിൽ. അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പുത്രൻ ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, അവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു, അഗ്നിജാലികത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. ഇങ്ങനെ വിശദീകരിച്ചങ്ങോട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ ശരിയാണെങ്കിലും അവൻ ദൂതനെ കാറ്റിനെ പോലാക്കുന്നു, ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയ്ക്ക് സമമാക്കുന്നു. അതാ ശരി പരിഭാഷ. എന്നാൽ കൺസേണിങ് അബൌട്ട് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നറിയണ്ടേ? God the Father addressing God the Son as God. അങ്ങനെ ദൈവപിതാവ് ദൈവപുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നൊരു ഭാഗം വിശുദ്ധ ബൈബിളിലെ എബ്രായലേഖനത്തിൻ്റെ 1-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്. അതെങ്ങനെയാണെന്നറിയണ്ടേ? ദൈവമേ. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും പിന്നെ പറയാ, ദൈവമേ നീ പൂർവകാലത്ത് ഭൂമിക്കടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി. പിതാവ് പുത്രനെ കുറിച്ച് പറയുക, ദൈവമേ നീയാണ് പൂർവകാലത്ത് ഭൂമിക്കടിസ്ഥാനമിട്ടത്, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി. ഒരു ദിവസം ആകാശം പുസ്തക ചുരുൾ നീങ്ങും പോലെ നീങ്ങും, നിന്റെ പ്രവൃത്തിയോ നീയോ നിലനിൽക്കും. നീ അനന്യൻ തന്നെ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല എന്ന് പിതാവിന്റെ തിരുമൊഴി അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയ ഈ പുസ്തകത്തിൽ ഉണ്ടായിരിക്കെ ലോകമേ കേൾക്കുക, യേശുവിനെ ദൈവമാക്കിയത് ഞങ്ങളല്ല. വെളിപ്പാടിനാൽ ദൈവപുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ലഭിച്ച ധന്യനായ എബ്രായലേഖനത്തിന്റെ എഴുത്തുകാരൻ ദൈവപുത്രനെ വിളിക്കുക ദൈവമേ. യോഹന്നാൻ 1:1 വിളിക്കുകയാണ്, ആ ആദിയിൽ വചനമായിരുന്നവനാണ് നീ, ആ വചനം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ആദ്യം തന്നെ പാസ്റ്റർ ഈ ഭാഗം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞു. എന്താന്ന് പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഈ സ്നാപകൻ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ മയമൊന്നുമില്ല. ഞാനിവിടെ കയറിയപ്പോൾ എത്രയോ ശാന്തമായിട്ടാണ് നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ബഹുമാനരെ, സ്നേഹം നിറഞ്ഞവരെ എന്നൊക്കെ പറഞ്ഞാണ്. സ്നാപകൻ്റെ ഓപ്പണിംഗ് വേർഡ്സ് തന്നെ ആൾക്കാരെ വിളിക്കുക സർപ്പസന്തതികളെ. എന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം? അതിന് കാരണമുണ്ട്. സ്നാപകനെ പറ്റി ബൈബിളിൽ പറയണേ, അവൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും, ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനും.
ഈ വെട്ടുക്കിളി കിഴങ്ങാണെന്നും അതല്ല കിളിയാണെന്നും പറഞ്ഞുള്ള തർക്കത്തിന് 2000 വർഷത്തെ പഴക്കമുണ്ട്. എന്നോട് ചോദിച്ചതിൽ ഏതാ ശരി? ഞാൻ പറഞ്ഞു ഒരു ശരി ഞാൻ പറയാം, ഇതിലേതോ ഒന്ന് ഈ മനുഷ്യൻ തിന്ന്. അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിലേതോ ഒന്ന് അങ്ങേര് കഴിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി വെട്ടുക്കിളിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധം വല്ലതും ഉണ്ടോ? കഴിക്കട്ടെന്നാ, ഇഷ്ടമുള്ള കഴിക്കട്ടെ. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു, ഈ ബൈബിളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞു പറയാറുണ്ട്. ഈ അപ്പോസ്തലനായ പൗലോസ് ഒരു കുതിരയുടെ പുറത്തുനിന്ന് വീണു എന്നാണ്. നിങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചാൽ അങ്ങനെ ഒരു കുതിരയില്ല. പിന്നെ എനിക്ക് അതിനകത്ത് വിരോധമില്ലാത്തൊരു ദൈവദാസന് കുതിര കിട്ടുന്നതിനകത്ത് എനിക്കെന്താ വെറുപ്പ്? പൗലോസ് കുതിരയുടെ പുറത്തുനിന്നോ ഇനി ഫ്ലൈറ്റിൽ നിന്ന് വീണു എന്ന് പറഞ്ഞാൽ പോലും എനിക്കതിൽ വിരോധമില്ല. പൗലോസ് കുതിരപ്പുറത്ത് പോട്ടെ. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു കുതിര പൗലോസ് പോയതായിട്ട് ഇല്ല. അതാ സത്യം. അങ്ങനെ അങ്ങ് കുതിരയില്ല. ഇതുപോലൊരു സാധനമാണ്. പാസ്റ്റർമാർ പോലും ചിലപ്പോൾ തെറ്റിക്കും. ആകയാൽ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ, അങ്ങനെ ഒരു വാക്യമില്ല. എൻ്റെ ഓർമ്മയ്ക്കായി കൂടി വരുമ്പോൾ ചെയ്യാൻ ഒരു വാക്യം ഇതിനകത്തില്ല. ഉണ്ടേ കാണിച്ച് തന്നേക്കണം. കണ്ടോ, സഹോദരിമാരൊക്കെ അത്ഭുതപ്പെടുക, ഇതൊക്കെ ഉണ്ടല്ലോ എന്നല്ലേ. ഇതൊക്കെ പറഞ്ഞ് എത്ര പേര് പറ്റിച്ചു നമ്മളെ. കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ, കൂടി വരുമ്പോൾ ചെയ്യാനാണ് ഇപ്പോൾ ചെയ്യണ്ടേ. പോട്ടെ. ഇപ്പം സ്നാപകൻ്റെ കാര്യത്തിലേക്ക് വരാം. സ്നാപകൻ കടുകട്ടി ശൈലിയിലാണ് പ്രസംഗിക്കുന്നത്. എനിക്കും അങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്നുണ്ടായിരുന്നു, പറ്റാതെ വന്നത്. ഞാനിവിടെ വന്നപ്പോഴേ പറഞ്ഞു ഒരു ചായ വിത്തൗട്ട് വേണം. അല്ല, വെട്ടുക്കിളിയും കാട്ടുതിനും അല്ല ഞാൻ കഴിച്ചത്. മനസ്സിലായോ? ഒരു സത്യം പറയാം, എനിക്ക് ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് തന്നത് PG വെറീസങ്കളാണ്. അദ്ദേഹം എൻ്റെ തുണി എടുത്തുകൊണ്ടാണ് വന്നത്. ഞാനെന്നുകൊണ്ട് ഇങ്ങനെ സർപ്പസന്ധികളി എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ചുമ്മാ ഒരു ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഷർട്ട് ആ മനുഷ്യൻ തന്നാണല്ലോ. എന്നാലും പറയാം, അച്ഛൻ ഒഴിച്ചുള്ള ആളുകളെയാ കേട്ടോ, ഓർക്കല്ലേ. നമുക്കൊക്കെ ആരാണ്ടൊരു കടപ്പാടും ബാധ്യത ഉള്ളതുകൊണ്ട് വിളിക്കാക്കം വരികയില്ല. ശരിയല്ലേ? ശരിയല്ലേ? അതാ പറ്റിയത്. ചില ആളുകൾക്ക് ഈ തൊലിക്കട്ടി കൂടുതലാണെങ്കിൽ ഇത് ഇട്ടിട്ട് പിന്നെ അങ്ങ് വിളിക്കുകയാണ്. വെട്ടുക്കിളിയും കാട്ടുതേരും കൊണ്ട് ഉപജീവനം കഴിച്ചു. നമ്മൾ കൊടുത്ത പാൻറ്റും ഷർട്ടും ഒന്നും ഇട്ടില്ല, അരയിൽ തോൽവാറ് ഇതൊക്കെ ഇട്ട് വിശുദ്ധിയുടെ നിറകുടമായ ഒരുത്തൻ പാർക്കുന്നത് ചാവുകളിലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് അരമനയ്ക്കകത്ത് വസിക്കാൻ പാരമ്പര്യമുള്ളവൻ വസിക്കുന്നവിടെ തേജോരൂപിയായി ഇങ്ങോട്ട് വരുമ്പോൾ ഇനി നമുക്ക് ന്യായീകരിക്കാവുന്നൊരു കാര്യം വരുന്നത്. ഒരുവനുണ്ട് ഓപ്പോസിറ്റ് വരുന്നു. നാട്ടിലെ ഏറ്റവും കൊടുംപാപിയായ മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് അവനോട് സംസാരിച്ച് അവനൊപ്പം നടന്ന് അവൻ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് കൂടെ വരുന്നവനെ കണ്ടിട്ട് സ്നാപകൻ പറയാ, അയ്യോ ഇവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതെങ്ങനെ സാധിച്ചു? അത് ആ വചനം ശരീരമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ! ഇത്രയും വിശുദ്ധിയുടെ നിറകിടമായ സ്നാപകനും കണ്ട് തലകുനിക്കുന്ന ഈ വിശുദ്ധി എങ്ങനെയുണ്ടായി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഏത് അശുദ്ധൻ്റെ പക്കൽ നിന്നും ആഹാരം വാങ്ങാൻ കൈനീട്ടിക്കൊടുക്കാൻ ധൈര്യമുള്ള ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിൽ സർക്കാർ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ എനിക്കൊരവസരം കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാമോ ഇല്ലയോ. അപ്പം ഞാൻ സത്യത്തിൽ ഇങ്ങനെ ചെന്നിട്ട് ആ സ്ഥലത്തിൽ പ്രസംഗിക്കാനിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മുല്ലായി ഒരു സ്വാമിജിയുണ്ട്. ഞാനിവരെ നടുക്കായി പോയി. അല്ലാതെ നമ്മൾ നടുക്കിരിക്കണമെന്നാണല്ലോ അതിൻ്റെ ഒരു പ്രമാണം. ഇവർ രണ്ടും എൻ്റെ ഇരുഭാഗത്തായിട്ട് ഇരിക്കുക. കർത്താവും അങ്ങനെ ആയിരുന്നല്ലോ അവസാന ഘട്ടം. അപ്പോൾ ഇവരെന്നോട് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു വന്നു. എന്നോടൊരു സ്വാമിജി ചോദിച്ചു, ഫാദർ, ഇങ്ങനെ സ്ത്രീകൾക്ക്
അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും അതൊന്ന് ചിന്തിച്ചു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമൊക്കെ ചിന്തിച്ച്. അപ്പോൾ എനിക്കിത് മൂളാനും പറ്റുന്നില്ല, മൂളാതിരിക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ അധ്യക്ഷ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു, അതല്ല, ഈ സ്ത്രീകൾ നാളെ കുർബാന നടത്തണം എന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വരികയില്ല, ഒരിക്കലും ആ ഒരു പ്രശ്നമില്ല. അതെന്താ? അത് ഞങ്ങളുടെ സ്ത്രീകൾ ഇതൊന്ന് പങ്കെടുക്കുന്നത് തന്നെ ഒത്തിരി കാല് പിടിക്കുമ്പോഴാണ്. ഈ സാധനം ഒന്ന് തിന്നുന്നത് തന്നെ ഒട്ടേറെ നമ്മൾ കാല് പിടിക്കുമ്പോഴാണ് വിഷമിച്ചാൽ ഈ സാധനം ഒന്ന് തിന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ നടത്തുകയില്ലെന്ന് പറഞ്ഞ് മാറി. അപ്പോൾ എനിക്ക് അവസരം കിട്ടിയപ്പോൾ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു, രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു. അച്ഛന്മാർ ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങളുടെ സമയം കൂടെ പാസ് എടുത്തോളാൻ പറഞ്ഞു. അവരൊരു അത്യാവശ്യം 1-2 വാക്ക് പറഞ്ഞ് നിർത്തി. ഞാൻ യഹോവ വിറ്റ്നസ്സും സെവന്ത് ഡേയും ഒഴികെയുള്ള സകല ചർച്ചകളിലും പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ചങ്ങനാശ്ശേരി പിതാവിൻ്റെ ആ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. ഒരാളോട് എങ്ങനെ കലഹിക്കാമെന്നല്ല ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, എങ്ങനെ സഹകരിച്ചു പോകാം, അങ്ങനെയാണ്. ഏതായാലും അവിടെ ഈ അച്ഛന്മാർ രണ്ടും എനിക്ക് സമയം തന്നു. അപ്പോൾ എനിക്ക് അല്പം കൂടെ സമയം കിട്ടി. ഞാൻ മറ്റു മതസ്ഥരെ ഒന്നും ഉപദ്രവിക്കാതെ പോകുന്ന ഒരു ദിവസന. അപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അതങ്ങോട്ട് വിശ്വാസമില്ല. എൻ്റെ കാര്യം, ഇന്ത്യക്കാർക്കൊരു നയമുണ്ട്, ആദ്യം ആറ്റം പോകുമ്പോൾ നമ്മൾ പരീക്ഷിക്കുകയില്ല, ഇങ്ങോട്ട് വരുമ്പോൾ അയൺ ഡോം പരീക്ഷിച്ചു പോകുമല്ലോ. മനസ്സിലായില്ല? അത് ഇസ്രയേലിൻ്റെ നയം, ഇന്ത്യയുടെ നയം. ഇസ്രയേൽ എവിടെയെങ്കിലും കയറി ആരെങ്കിലും അടിച്ചു കിട്ടുണ്ടോ? ചുമ്മാ ഇരിക്കുന്നൊരു അടിക്കല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അയൺ ഡോമോ കൊണ്ടൊരു അടി, അത് അവിടെ ചെന്ന് വീഴും. അത് പ്രകൃതി നിയമമല്ലേ, നമ്മളെന്ത് ഉഴച്ചു. അതുകൊണ്ട് ഇതേ ഉള്ളൂ, ഇങ്ങോട്ട് ഇതൊന്നും ചെറിയ ഓലപ്പടക്കം കൊണ്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ അയൺ ഡോം വെച്ച് അങ്ങോട്ടടിക്കും, അവിടെ തന്നെ കൊണ്ടിടും. പിന്നെ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ തീരുന്നു എരിയുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതാ കാര്യം. അപ്പോൾ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ ആരെ ഉപദ്രവിക്കാതെ നമ്മുടെ സ്ത്രീകളെപ്പറ്റി പ്രസംഗിച്ചു. 1960 ഇന്ത്യ മഹാരാജ്യം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ചത് അന്യഭാഷ പറയുന്നൊരു സഹോദരിയായിരുന്നു. പേര് പണ്ഡിത രമാബായി. അറിയോ? ഇന്ത്യയിൽ ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ സ്കൂൾ തുടങ്ങിയവരാണ്. ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന് ലോകത്തോട് കമ്മീഷൻ്റെ മുമ്പാകെ ആദ്യം പറഞ്ഞത് ആ സഹോദരിയാണ്. സ്ത്രീകളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് സതിക്കെതിരെ പ്രായോഗികമായ നിലപാട് സ്വീകരിച്ച ഒരു ക്രൈസ്തവ വനിതയായിരുന്നു പണ്ഡിത രമാബായി. ഇതൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ സ്ത്രീകളെ എങ്ങനെല്ലാം പരിഗണിക്കുന്നു. അധ്യക്ഷൻ പറയാണ്, നിങ്ങൾ ഇതുവരെ സ്ത്രീകളെ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കയറ്റാമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല. അത് തീർത്ത് പറഞ്ഞിട്ട് പോകണം. എന്തോ ഒരവസ്ഥയാണ്. നമ്മൾ ആർക്കും ദോഷമില്ലാതെ സമനിലയെ ഗോളടിച്ചു പോകാൻ വന്ന ഞാൻ പറഞ്ഞു പറയാം, സമയം വേണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കൂടെ തന്നിരിക്കുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹോദരിമാരെ, അങ്ങനെ ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ ശാസനകളിലോ പാരമ്പര്യങ്ങളിലോ നിങ്ങൾ ഒരു സ്ഥലത്ത് കടക്കരുത് എന്നെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ പോകരുത്. നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞു. എല്ലാവരും ഇഞ്ഞു പോര്. ആര് തടയുമെന്ന് ഉപദേശിയൊന്ന് നോക്കട്ടെ. ധൈര്യം ഉണ്ടെന്ന് തടഞ്ഞു നോക്കും. സഹോദരിമാർ യേശുവിൻ്റെ അതിലേക്ക് വരുമ്പോൾ തടയാൻ ധൈര്യമുള്ള ഒരുത്തനും ഉലകത്തിലില്ല. വിളിക്കുന്നത് യേശുവാണെങ്കിൽ അവരിഞ്ഞ് വരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഓർത്തോളണം, ഒരുത്തൻ്റെ ഔദാര്യത്തിൽ ഇവിടെ ഇരിക്കുന്നത്, നസ്രായൻ തന്ന സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സഭയും തന്ന, ഒരു പാസ്റ്ററും തന്ന, ഒരു പുരോഹിതൻ തന്ന ആനുകൂല്യത്തിൻ്റെ മറവിലല്ല, നസ്രായനായ യേശുവിൻ്റെ ചങ്ക് വിളർന്നൊഴുകിയ പുണ്യായ രക്തത്തിൽ പ്രാപിച്ചെടുത്ത രക്ഷയുടെ വിളംബരമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം. അങ്ങനെ പറഞ്ഞു വന്നപ്പം നമ്മുടെ അധ്യക്ഷൻ പറയാ, മതിയെന്ന് കണ്ടോ. ഞാൻ വല്ല തെറ്റും ചെയ്തോ? എന്തിനാ പറഞ്ഞേ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് ഉടലെടുക്കുമെന്ന് പണ്ടേ കണ്ടവനായ യേശു. അതുകൊണ്ട് ആ രക്തസ്രവമുള്ളൊരു സ്ത്രീ, പരിപക്വമായ ശരീരത്തിൽ ഒരു സ്ത്രീയിൽ പ്രകൃതി വരയ്ക്കുന്ന രേഖാചിത്രമാണ് വാസ്തവത്തിൽ ആർത്തവം. അത്രയും അർത്ഥമുള്ളൂ. സ്ത്രൈണഭാവത്തിൻ്റെ ഉയർന്നൊരു ബോധത്തിന് പ്രകൃതി വരച്ച ഒരു രേഖാചിത്രം.
അമ്മയാകാൻ അവൾ സന്നദ്ധയായിരിക്കുന്നുവെന്ന് നമ്മുടെ അമ്മയെ, നമ്മുടെ സഹോദരിയെ, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ കുഞ്ഞിന് പ്രകൃതി വരച്ചൊരു ചിത്രം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു പരിശുദ്ധിയാണെന്ന്, അതിൽ അശുദ്ധിയൊന്നുമില്ലെന്നേ. മനുഷ്യരത്തിൽ നിന്നുള്ള എല്ലാ വിസർജ്യ വസ്തുക്കളുടെയും അശുദ്ധിക്കപ്പുറത്ത് പ്രത്യേക അശുദ്ധിയൊന്നും അതിന് കണ്ടില്ല. പക്ഷെ ചിലരതിന് അശുദ്ധി കൽപ്പിച്ചങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ ഈ സ്ത്രീ തന്നെ തെരുവിലൂടെ വരുന്നു. ആ സ്ത്രീ വരുമ്പോൾ സത്യത്തിൽ അവൾ യേശുവിനെ തൊട്ടപ്പോൾ നമ്മളൊക്കെ കാണുന്ന സംഗതിയാ വിശുദ്ധിയെങ്കിൽ യേശുവിൻ്റെ വിശുദ്ധി പോകേണ്ടതാണ്. യേശുവിൻ്റെ വിശുദ്ധി പോകുന്നൊരു സങ്കല്പത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്ന പള്ളികളിലെല്ലാം ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കും. അതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ? ചെരുപ്പ് ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? വൃത്തിയായിരിക്കണം, അതേ ഉള്ളൂ. അപ്പോൾ അവർ എല്ലാവരും ചെരുപ്പ് ഷൂ ഒക്കെ ഇട്ട് വൃത്തിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ചെല്ലുന്ന സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ വിശുദ്ധിയല്ല, ആന്തരിക വിശുദ്ധിക്കാണ് ബൈബിൾ പ്രാധാന്യം നൽകുന്നത്. ഒരു സ്ഥലം വിശുദ്ധമായിരിക്കുന്നു പറയുന്നത് എന്തിനാ? മനുഷ്യൻ്റെ ഹൈജനിക്കായ ആവശ്യത്തിനാണ്, ആരോഗ്യപരമായ കാര്യത്തിന്, സ്വർഗത്തിൽ പോകാനല്ല. മനസ്സിലായോ? ഇത് പിടി കിട്ടുന്നില്ല. ഇത് കേട്ടിട്ട് കുളിക്കാതിരിക്കാനാണ് പദ്ധതിയെങ്കിൽ ഉപദേശി പറഞ്ഞ കാര്യത്തിൽ ഇന്നൊരു ഉള്ളടക്കം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ആ മനുഷ്യനത് തുറന്നു പറഞ്ഞല്ലോ. സന്തോഷിക്കാൻ വരട്ടെ, വചനത്തിലേക്ക് വരാം. ഈ കർത്താവിൻ്റെ അവസ്ഥ നമ്മളൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ അശുദ്ധമായി പോകുന്നതാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ എൻ്റെ ഒരു സങ്കല്പത്തിൽ കണ്ട്. കർത്താവ് ഇങ്ങനെ വരുന്നു. കർത്താവിനെ നമ്മൾ ആരെങ്കിലും തൊടുകയോ കന്നാലി അതുവഴി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അശുദ്ധനായെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? വലിയ തിരക്കാണ്. യേശു ഇങ്ങനെ ജനങ്ങൾക്കിടയ്ക്കൂടെ വരുമ്പോൾ മഗ്ദലന മറിയം അവിടെ നിൽക്കുന്നു. യേശുവിനെ ഇങ്ങനെ തൊടുന്നു. തൊടുകയും കരണ്ടടിക്കുന്ന പോലെ, ഈ കരണ്ട് പോകുന്ന പോലെ യേശുവിൻ്റെ വിശുദ്ധി പോയി, മങ്ങി. കർത്താവ് ആരിശപ്പെട്ട് ചുറ്റും നോക്കിയിട്ട് പത്രോസിനെ വിളിച്ചു. പത്രോസേ, അന്ത്രയോസേ, പോയടാ. സ്വർഗത്തിൽ ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന വിശുദ്ധി ഏതോ സ്ത്രീ നശിപ്പിച്ചു കളഞ്ഞ, ആരോ നശിപ്പിച്ചു. നീ ഒന്നും നന്നാകുകയല്ല. നിന്നെയൊക്കെ രക്ഷിക്കാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വിശുദ്ധി കൊണ്ട് വരും വഴിക്ക് അത് തകർത്തുന്നു. ഞാൻ കണ്ടാ പറഞ്ഞാൽ അങ്ങനെ കേവലം ഒരു മനുഷ്യൻ തകരുന്ന വിശുദ്ധിയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ അങ്ങയെ അനുഗമിക്കണം? ഇതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് പണ്ടേ ചില സ്ഥലം വിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങാൻ കാരണം എന്താ? ചിലരെ കണ്ടു കഴിയുമ്പോൾ ഇവനെ വേണ്ട എന്ന് തോന്നുന്ന സങ്കല്പങ്ങളുണ്ടെങ്കിൽ അത്തരം സങ്കല്പങ്ങളുടെ അധ്യാത്മര മുഖത്ത് നോക്കി ഞാൻ പണ്ടേ പറഞ്ഞു, എന്നെ കാണുമ്പോൾ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ കണ്ടാൽ എനിക്കും താല്പര്യമില്ല, ബായ്, സന്തോഷമില്ല. മനസ്സിലായ കാര്യം? എന്നെ കണ്ടാൽ അറപ്പുള്ള ദൈവത്തെ എനിക്കെന്തിനു കാണണം? അങ്ങനെയാണോ നിങ്ങൾ ദൈവസന്നിധി വന്നേ? എന്ന് തിരിച്ചു പറയാം. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിൻ്റെ പ്രത്യേകത, ഏത് അശുദ്ധനും യേശുവിനെ തൊടാം, ഏത് അധമ പാപിക്കും യേശുവിനെ തൊടാം, ഏത് കൊടും കുറ്റവാളിക്കും യേശുവിനെ തൊടാം. കുഷ്ഠരോഗത്തിൻ്റെ നാറുന്ന വ്രണങ്ങൾ കൊണ്ട് ചീഞ്ഞഴുകിയ ശരീരമുള്ളവനും യേശുവിനെ തൊടാം. ഏത് രോഗിക്കും യേശുവിനെ തൊടാം. ശവശരീരത്തെ അവൻ തൊട്ടവനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, യേശുവിനെ തൊടുന്നോ അവൻ സ്വയം വിശുദ്ധനാകും. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവങ്കിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി രോഗശാന്തിയാണ്. നാളുകളായി ലഭ്യമല്ലാത്ത ജീവിതത്തിന്റെ പരാജയങ്ങളുടെ നടുവിൽ നിന്ന് ഒരു വിജയം നിനക്ക് തരുന്ന ശക്തിയെയാ ഞാൻ വിശ്വാസത്താൽ തൊടുന്നത്. ആ ശക്തി ഇന്ന് രാത്രി തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടതിന് നമ്മുടെ മധ്യേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ ശക്തിയുടെ വഴി തടയാൻ ഉലകത്തിലൊന്നിനും കഴിയുകയില്ല. അവൻ തൊട്ടു, സുഖപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ യേശു കരഞ്ഞതും ക്രൂശിൽ മരിച്ചതുമൊക്കെ യാദൃച്ഛികമല്ല, മുൻകൂട്ടി എഴുതി വെച്ചതിന് പ്രകാരമാണ് അതെല്ലാം സംഭവിച്ചത്. പുതുമയൊന്നുമില്ലെന്ന്. യേശുവിൻ്റെ ക്രൂശിലെ കരച്ചിൽ ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ എഴുതി.
യേശുവിൻ്റെ അങ്കിക്ക് ചീട്ടിടുന്ന വിഷയം, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്നുള്ള വിവരം യേശു ജനിക്കുന്നതിൻ്റെ 1000 ആണ്ട് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചു. യേശുവിനെ സ്വന്തം ശിഷ്യൻ ഒറ്റിക്കൊടുക്കുന്ന വിഷയം 700 കൊല്ലങ്ങൾക്ക് മുമ്പ്, യേശുവിന്റെ മരണത്തിന് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സക്രിയ പ്രവാചകൻ എഴുതി വെച്ചു. 30 വെള്ളി നാണയത്തെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള ആ കണക്ക് പോലും ദീർഘനാളുകൾക്കപ്പുറത്ത് എഴുതി വെച്ചെങ്കിൽ മുൻകൂട്ടി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയ പ്രകാരം മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവൻ ഒരുവനെയുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ തിരുനാമമാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് യേശു സ്വയം സമർപ്പിതനാകുമ്പോൾ ഈ ക്രൂശിൽ മരിക്കുക എന്ന ദൈവിക പദ്ധതി അന്ന് നിലനിന്നിരുന്നത് എന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം. ഇതാണ് നിബന്ധന. ഇതിന് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ഗത്സമനയിലേക്ക് വരിക. ഈ ഗത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം നീര് പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം, മുന്തിരിച്ചക്കിട്ടിരിക്കുന്ന സ്ഥലം. മുന്തിരിച്ചക്കും ഒലിവിൻ്റെ ചക്കുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. യെരുസലേമിൻ്റെ കിഴക്കാണ് ഒലിവുമല. യെരുസലേമിനെയും ഒലിവുമലയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തോടുണ്ട്, കിദ്രോൻ. കിദ്രോൻ കടന്നു ചെല്ലുമ്പോൾ ഒലിവുമലയുടെ ആദ്യത്തെ താഴ്വരയുടെ പേരാണ് വാസ്തവത്തിൽ ഗത്സമന. ഈ ഗത്സമനയിൽ, അതായത് ഒലിവുമലയുടെ താഴ്വരയിൽ ജെറുസലേമിൻ്റെ കിഴക്കൻ ഭാഗത്ത് കിദ്രോൻ തോടിൻ്റെ അക്കരെ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥന വേണ്ടാത്തവനാണ് യേശു. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥന വേണ്ടവരാണ്. പ്രാർത്ഥനയെ വേണ്ടാത്തവൻ അത്രയും പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥന വേണ്ട നമ്മൾ എത്ര അധികം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, നെഞ്ചുരുകി കണ്ണീർ തൂകി പ്രാർത്ഥിച്ചു. വചനം കേൾക്കുന്നവരെ, കണ്ണീരൊഴുക്കി നിൽക്കുന്ന ഒരാൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തോ ഡിമാൻഡ് കുറഞ്ഞൊരാളാണ്. വിശേഷിച്ചൊരു പുരുഷന് പരസ്യമായിട്ട് കരയാൻ അനുവാദമില്ല, രഹസ്യമായിട്ട് കരയൂ. പുരുഷൻ ഏറ്റവും അധികം കരയേണ്ട ഒരു സന്ദർഭം അമ്മ മരിക്കുമ്പോഴല്ലേ. അമ്മയുടെ മരണത്തിൽ പോലും നമുക്ക് കരയാനാവില്ല അല്ലേ. അമ്മയുടെ മരണത്തിൽ എപ്പോഴാണ് കരയുന്നതെന്ന് അറിയണ്ടേ. എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സ്വകാര്യതയിൽ ആ രാത്രിയാണ് പുരുഷൻ കരയുക. അതാണൊരു സത്യം അല്ലേ. ഞാനിന്ന് എൻ്റെ വൈഫിനെ ഒരു വീഡിയോ കാണിച്ചു. ആദരണനായ നമ്മുടെ MP രാധാകൃഷ്ണൻ അമ്മയുടെ മൃതശരീരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. സഹോദരിമാരൊക്കെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ വരവിൽ ആശങ്കപ്പെടുന്നു. അദ്ദേഹം വിവാഹിതനല്ല, അമ്മയാണ് ഏക ആശ്രയം. ആ വിതുമ്പൽ നമുക്ക് മുഖത്ത് കാണാം. പുറത്തേക്ക് അദ്ദേഹത്തിന് കരയാൻ പറ്റണില്ല. ഒരു പുരുഷൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സന്ദർഭമാണത്. അങ്ങനെങ്കിൽ പൊട്ടിക്കരയുന്നാൻ പുരുഷൻ തിരഞ്ഞെടുക്കുന്നത് ഒരു സ്വകാര്യ ഇടമാണ്. കാരണം കരയുന്നത് പുരുഷനെങ്കിൽ കാണുന്നവരൊക്കെ കരഞ്ഞു പോകും. അതാണതിലെ കാര്യം. ഇവിടെ ഗെത്സമനയിൽ ഒറ്റയ്ക്കിരുന്ന് വിതുമ്പുന്ന യേശുവിൻ്റെ ആ നിർമ്മല നിമിഷത്തിലേക്ക് നമുക്കൊന്ന് ചൊല്ലാം. യേശു കരയുന്നു. കരയുന്ന ഒരാളെക്കുറിച്ച് ഡിമാൻഡ് തോന്നില്ല എങ്കിൽ അനുഭവമുള്ള ദൈവമക്കൾക്കറിയാം, ജീവിതത്തിൻ്റെ സകല ഉയർച്ചയുടെ അടിസ്ഥാനം ആ കണ്ണീരാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ വിജയം കരഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഒരു തുള്ളി കണ്ണീരൊഴുക്കാൻ ജീവിതത്തിൽ അവസരമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, നമ്മൾ ജയിച്ചു. നമ്മുടെ അതിജീവനം കണ്ണീരാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ സുഗമമായ ഭാഷയുടെ പേരാണ് കണ്ണീര്. ആ കണ്ണീരണിഞ്ഞവരെ ഈ ഗെത്സമനിൽ നിന്ന് കരയുന്നവൻ തിരിച്ചറിയുന്നു. ഇന്ന് കണ്ണീര് പുറത്തേക്ക് വരാതെ വിതുമ്പലായി അകത്ത് കിടക്കുമ്പോഴും, പെയ്യാനുള്ളൊരു കാർമേഘം പോലെ ദുഃഖം ഹൃദയത്തിൽ അണപൊട്ടിക്കിടക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പ്, നമ്മെ കാണുന്നവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. പക്ഷെ മറുവശത്തൊരു സന്തോഷമേ, ഈ കരയുന്നവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കരഞ്ഞൊരു ഭാവവും ഇല്ല. ഗെത്സമന മുഴുവൻ വളഞ്ഞ്
റോമൻ പടയാളികൾ നിൽക്കുന്നു. അർദ്ധരാത്രിയുടെ അരണ്ട അനുഭവത്തിൽ പന്തം കയ്യിലെന്തി കുന്തം കയ്യിൽ പിടിച്ച് ഒരു വലിയ പടയാളി സമൂഹം നിൽക്കവേ, ആ രാത്രിയിൽ യേശുവിനെ കണ്ടിട്ട് മനസ്സിലാകാതെ നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കൊണ്ടല്ല യേശു ചെല്ലുന്നത്. പ്രാർത്ഥിച്ചു പ്രാപിച്ച ആത്മശക്തിയുടെ കൃപയോടെ ചെന്നിട്ട് അവരോടൊരു ചോദ്യം: നിങ്ങൾ ആരെ തിരയുന്നു? ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടായി? പ്രാർത്ഥനാമുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ കരഞ്ഞവൻ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശത്രുവിൻ്റെ പടമുമ്പിൽ നിന്നാലും ഒരു കാര്യം ഉറപ്പ്: ആ കൈകളെ, ആ ശരീരത്തെ തോൽപ്പിക്കാൻ, ആ പ്രാണനെ തോൽപ്പിക്കാൻ ലോകത്തിലാർക്കും കഴിയാത്ത വിധത്തിൽ നീ പ്രാപിച്ചെടുത്തൊരു ഇന്ധനമുണ്ട്. അതാ പ്രാർത്ഥന മുറി. അതൊരു ഇന്ധനപ്പുരയാ. അവിടുന്ന് സമാഹരിച്ചതൊന്നും വൃഥാവാകാൻ ഇടവരാത്ത വിധത്തിൽ നമ്മെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളാ ഇന്നിവിടെ ഉള്ളത്. അവരനുഭവിച്ചറിഞ്ഞ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ ഈ ദേശത്തെ മുഴുവൻ ക്ഷണിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് എഴുതി വെച്ച ഒരു കലയുടെ ആലാപനമല്ല, എഴുതി പഠിപ്പിച്ച ചിന്തകളുടെ ആഖ്യാനമല്ല. അത് ഹൃദയത്തിന്റെ അകത്തെ തുടിക്കുന്ന അനുഭവമാ, അതിന്റെ പ്രഖ്യാപനമാ. അത് ഏകാഗ്രതയിൽ, ഏകാന്തതയിൽ, സ്വകാര്യതയിൽ ചെയ്യേണ്ട വലിയൊരു അധ്വാനമാ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു: ആരെയാ തിരയുന്നേ? നസ്രായനായ യേശുവിനെ. വളരെ കൂളായിട്ട് പറയാ: സുഹൃത്തെ, ഞാനാണല്ലോ അത്. കൂടെയൊക്കെ നിൽക്കുന്നവരെ നോക്കിയിട്ട് യേശു പറയുക: എന്നെ ബന്ധിക്ക്, അവരൊക്കെ പോട്ടെ, അവരെയും തൊടല്. ഇതാ കർത്താവും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം. രാഷ്ട്രീയക്കാരാണ് ഇവരെല്ലാം വിട്ടേച്ച് അതിൻ്റെ ഇടവഴി അവൻ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? എല്ലാ രാഷ്ട്രീയക്കാരെയും കേട്ടോ. അങ്ങനെ രക്ഷപ്പെട്ടവരെ മാത്രമാണ് ഉദ്ദേശിച്ചത്, വേറെ ആരും ഉദ്ദേശിച്ചിട്ടില്ല. കൈനീട്ടിക്കൊടുത്ത് അങ്ങനെ മാറിയാണ് പതിവെങ്കിൽ അണികളെ കൊല്ലാൻ വിട്ടിട്ട് നേതാവ് സംരക്ഷിക്കപ്പെടുന്ന മാർഗമല്ലിത്. അണികളെ രക്ഷിച്ചിട്ട് നേതാവ് സ്വയം യാഗമായി തീർന്ന ഒരൊറ്റ മാർഗം. അത് അവിചാരിതമായിട്ടല്ലെന്നേ, ആ മുൻകൂട്ടി നിശ്ചയിച്ചതിന് പ്രകാരം ചെന്നിട്ട് പറയുക: അത് ഞാനാ, എന്നെ ബന്ധിക്ക്, അവരെ വിട്. ഇന്ന് രാത്രി അത് നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ശബ്ദമാണ് നമ്മളെയൊക്കെ വിടാൻ, റിലീസ് ചെയ്യാൻ, പുറത്താക്കാൻ, സുഗമമായ ജീവിതത്തിന് നമുക്കുണ്ടാകാൻ, നമുക്ക് രക്ഷയുണ്ടാകാൻ, സമൃദ്ധമായ അനുഭവം ഉണ്ടാകാൻ അവൻ നമ്മെ രക്ഷിച്ചു. വിചാരണയ്ക്ക് ആദ്യം കൊണ്ടുവന്നൊരു മതകോടതിയാണ്, സന്നിധ്രീൻ എന്ന് പറയും. അതിന് 2 മജിസ്ട്രേറ്റ് ഉണ്ട് അവിടെ. ഒരാളുടെ പേര് അന്നാസ്, കയ്യഫാവെന്ന് മറ്റൊരാൾ. അപ്പോൾ ഈ 2 പേരെ അടുത്ത് കൊണ്ടുപോയി. പ്രായവും പക്വതയുള്ള അന്നാസുണ്ട്, കയ്യഫാവുണ്ട്. യഥാർത്ഥ പുരോഹിതനായ അന്നാസുണ്ട്, അയാളുടെ അമ്മാവനാണ് കയ്യഫ. ഇവർ രണ്ടും പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നം: ശിക്ഷ കൊടുക്കാൻ പാകത്തിനൊരു കുറ്റം ഇല്ല. ശിക്ഷ കൊടുക്കണമെങ്കിൽ കുറ്റം ഉണ്ടാകണമെന്ന് മാത്രമല്ല, കുറ്റത്തിന് ഗൗരവം ഉണ്ടായിരിക്കണം. നിസാര കാര്യത്തിന് ഒരാളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. എന്ന് നിങ്ങളെ സീറ്റ് ബെൽറ്റില്ലാതെ വണ്ടി ഓടിച്ചു, അതിന് ഫൈനാണുള്ളത്. സീറ്റ് ബെൽറ്റില്ലാതെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കില്ല. കാരണം ഒഫൻസിൻ്റെ ഗൗരവമാണ് ശിക്ഷയുടെ ഗൗരവം. യേശുവിൻ്റെ വിചാരണയൊക്കെ നടത്തിയിട്ട് ഇവരിച്ചിരി വിവരമുള്ള കക്ഷികളായിരുന്നു, അനുഭവസമ്പന്നരാ. നമുക്ക് വേണ്ടത് ക്രൂശ് മരണമല്ലേ? തന്നല്ലേ ഇവർക്ക് ഈ ക്രൂശീകരണം വിധിക്കാൻ അധികാരമില്ല. കാരണം അവരുടെ കിതാബിലെങ്ങും ക്രൂശ് മരണം ഇല്ലെന്ന്, ഓൾഡ് ടെസ്റ്റമെൻറ്റിലെങ്ങും ഇല്ലാത്ത കാര്യം എങ്ങനെ വിധിക്കാൻ പറ്റും? വിധി നടപ്പില്ല. ഇപ്പം തന്നെ നമ്മുടെ മദ്രാസിലെ ഹൈക്കോടതി ഒരു വിധി ഇട്ടു. വേണ്ട, അങ്ങകലെ UP ഹൈക്കോടതി ഒരു വിധി ഇട്ട അത് കേരളം വരെ ബാധക. ഹൈക്കോടതി ഇട്ടാൽ മതി. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ ഓട്ടോമാറ്റിക്കലി അത് രാജ്യത്തിൻ്റെ നിയമമായിട്ട് മാറും. മനസ്സിലായോ? അത് മതി. ഹൈക്കോടതി ഇട്ടാൽ മതി. ഏതെങ്കിലും ഹൈക്കോടതി ഇട്ടാൽ നമുക്ക് കേരളത്തിലും ബാധക. ഇവിടുത്തെ ഹൈക്കോടതി ഇട്ടാൽ മതി. നാഗാലാൻഡ് വരെ ബാധകമാണ്. കേരള ഹൈക്കോടതി ഇട്ടാൽ മതി. അത്രയും വിശാലമാണ് അതിൻ്റെ അധികാരം. അങ്ങനെയെങ്കിൽ ഇല്ലാത്തൊരു വിധി വിധിക്കാൻ പറ്റുമോ? ഹൈക്കോടതിയുടെ മുമ്പിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ശരിവെക്കും. ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ വേണ്ട പോയിരിക്കുന്നു, ഹൈക്കോടതി പോയിരിക്കുക അപ്പീലിന്. എന്തിനാണ്? വധശിക്ഷ വിധിച്ചിരിക്കുന്നു സെഷൻസ് കോടതി. അത് കോടതി എന്തെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷേ മറിച്ചൊരു കാര്യം, ഇത് വധശിക്ഷ വിധിക്കുന്നത് നമ്മുടെ നാട്ടിൽ സെഷൻസ് കോടതിയാണ്. അത് ശരിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. പക്ഷെങ്കിൽ മറിച്ചൊരു കാര്യം, ഈ വധശിക്ഷ വിധിക്കാൻ അധികാരമില്ലാത്തൊരു കോടതിക്ക് അത് ചെയ്യാൻ പറ്റില്ല. സിവിൽ കോടതി ഇവിടെയുണ്ട്, മുനിസിപ്പൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുന്ന
മജിസ്ട്രേറ്റ് പറയുക, ഞാൻ നിന്നെ തൂക്കാൻ വിധിച്ചിരിക്കുന്നു. കോടതിയുടെ മുമ്പിൽ നിന്ന് പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പറയാം, എൻ്റെ സാറേ എവിടെ നിയമം പഠിച്ചത്, സാറിന് അധികാരമില്ല. കളക്ടർ ഒരു കോടതിയാണ്, പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ ഒക്കത്തില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, നമ്മളെ തൂക്കാൻ വിധിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ കോടതിയുണ്ട്, അതിന് അധികാരം കൊടുത്ത കോടതിക്ക് പറ്റൂ. ഇനി അന്നാസിനും കയ്യഭാവിനും യേശുവിന് വധശിക്ഷ വിധിച്ചാൽ പറയാൻ പറ്റും കല്ലെറിഞ്ഞു കൊല്ലാൻ. അത് കൊടുത്താൽ ന്യായപ്രമാണം ലംഘിക്കപ്പെടും. അത് പ്രശ്നമാണ്. ക്രൂശിക്കണം. നേരെ വിട്ടു. റോമൻ കോടതി അവിടെയുണ്ട്, പീലാത്തോസ്, അവിടേക്ക് വിട്ടു. പീലാത്തോസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ പീലാത്തോസിനെ പറ്റി ചരിത്രം പറയുന്നത് ഭയങ്കര മദ്യപാനിയായിരുന്നു. പുള്ളിക്കാരൻ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കോൺ തെറ്റി നിൽക്കുമ്പോൾ ഈ കേസ്, ഒന്നാമത് ഇത് മതപ്രശ്നമാണെന്ന് മനസ്സിലായി. ഈ മതപരമായ കാര്യങ്ങൾ ഇത്തരം കോടതി കൊണ്ടുവന്നാൽ വലിയ പാടാണ്, വലിയ പ്രയാസമാണ്. നമ്മുടെ സഭയ്ക്കൊരു തർക്കം ഉണ്ടെന്ന് പറഞ്ഞ് കോടതി ചെന്നാൽ വലിയ പ്രയാസമാണ്, ഭയങ്കര പാടാണ്. ഞാൻ പറയാറുണ്ട്, നമ്മളെ തന്നെ സഭയുടെ ഒരു തർക്കം ഒരു കോടതി ചെന്നു, കോടതിയിലല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നു. രസകരമായൊരു കാര്യമാണ്. നല്ല മാന്യനായൊരു സർക്കിൾ അവിടെ ഇരുന്ന് SHO അദ്ദേഹമാണ്. എന്താ പ്രശ്നം എന്താ? അപ്പോൾ നമ്മുടെ ഒരു വാസു പറഞ്ഞു, സാറേ ഞങ്ങളുടെ സെൻറ്ററുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. പറഞ്ഞേട്ടെ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പറഞ്ഞു, ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, ഇത് പീച്ചി ഡിസ്ട്രിക്റ്റ്, ഇത് ആൽപ്പാറ ഡിസ്ട്രിക്റ്റ്, ഇത് ചാലക്കുടി ഡിസ്ട്രിക്റ്റ്. സർക്കിൾ പറഞ്ഞ് മനസ്സിലായില്ല. പറയാം സാറേ, അതായത് ഇത് ചാലക്കുടി ഡിസ്ട്രിക്റ്റ്, ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അല്ല, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് മനസ്സിലായി, ഇത് പീച്ചി എണ്ണീക്കടാന്ന് പറഞ്ഞു. എന്നാടാ പീച്ചി ഡിസ്ട്രിക്റ്റ് ആയത്? എന്നാടാ ഈ ചാലക്കുടി ഡിസ്ട്രിക്റ്റ് ആയത്? എന്തോരെ പഠിച്ചെന്ന് ചോദിച്ചു. ഞാൻ PG പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു. നീ ഇത്ര നാൾ കേരളത്തിൽ 14 ജില്ലയെന്നുള്ള കാര്യം മനസ്സിലായില്ലല്ലേ? പീച്ചി ഡിസ്ട്രിക്റ്റോ? കൊണ്ടുവരാൻ പറഞ്ഞ മാപ്പ് 140 താലൂക്കുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും എല്ലാം മനപ്പാടം പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മുടെ കുഴപ്പമല്ല, നമുക്ക് ഇണ്ടന്തുരുത്ത് ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്നുള്ള വിവരം എനിക്കേ അറിയത്തുള്ളൂ. ഞാൻ ഇണ്ടന്തുരുത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററാണെന്നുള്ള വിവരം എനിക്ക് മാത്രമേ ഈ ലോകത്ത് അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? എൻ്റെ പ്രസ്ഥാനത്തിനും അറിയാം, നാട്ടുകാരനിത് അറിയത്തില്ല. അതാ പ്രശ്നം. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, കൊണ്ട് നിങ്ങളുടെ മതാചാരപ്രകാരം വിധിപ്പീൻ. അല്ലേ ശരി, നമുക്ക് സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരുന്ന് വിധിക്കുക. അവിടെ ആൾക്കാരിരിക്കില്ലേ, പരിജ്ഞാനമുള്ളവർ ഇരിപ്പുണ്ട്. അത് അനുസരിക്കാത്ത പ്രശ്നം, അത് കേൾക്കാം. കൊണ്ടുപോ. ആര് പറഞ്ഞാൽ അത് പറ്റിയല്ല. എന്നൊരു കാര്യം ചെയ്യും, ഇത് രണ്ടുമല്ലാത്തൊരു കോടതി ഉണ്ടല്ലോ, നിങ്ങളുടെ മതവും കൈകാര്യം ചെയ്യും, ജുഡീഷ്യൽ ഈ വശങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് ഹെരോദ. അങ്ങോട്ടുണ്ടോക്കൊള്ളാൻ പറഞ്ഞു. ഇവർ തമ്മിൽ വലിയ ഉടക്കാരെന്നാണ്. എൻ്റെ കാരണം, ഇതിലാരാണ് വലിയവനെന്ന് ഇന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. നമുക്കുണ്ടോ, ഗവർണറാണോ വലുത്, രാജാവാണോ എന്നുള്ള തർക്കം പണ്ടേ കിടക്കുന്ന, നമ്മളായിട്ട് നോക്കിയാൽ തീരത്തില്ല. പണ്ട് മുതൽ ഈ തർക്കം ഭയങ്കര തർക്കമാണ്. ഒടുവിൽ ഹെരോദ ഇതൊന്ന് കേട്ടു. യേശുവിനെ പറ്റി കേട്ടപ്പോൾ ഓർത്തു, അത്ഭുതം ചെയ്യുന്ന ആളാണ്, ഒന്ന് കണ്ടേക്കാമെന്ന് ഓർത്തപ്പോൾ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമല്ലത്. എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമുണ്ട്. എൻ്റെ വൈഫ് കൂടെ വന്നിട്ടുണ്ട്. വൈഫിൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ ക്രിട്ടിക്കലായൊരവസ്ഥയിൽ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ ആയിരുന്നു, മരിച്ചുപോയി. മരണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ആണ് ഈ സംഭവം. ഞങ്ങൾ അദ്ദേഹത്തെ കാണാനൊക്കെ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ മതി, ബോധമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആശ്വാസമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ നിന്നൊരാളിങ്ങനെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു സ്ത്രീയാണ്. അവർ ചോദിക്കുക, നെയ്യപ്പം വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് ഞാൻ വീണ്ടും രോഗിയെ ശ്രദ്ധിച്ചപ്പോൾ ചോദിക്കുക, വീട്ടിലുണ്ടാക്കിയതാണ്. വീണ്ടും ഞാനിങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയാ, ഒന്നാന്തര അരിപ്പൊടിയാണ്. നോക്കണേ, നെയ്യപ്പം വിൽക്കാൻ കണ്ടൊരു സമയം കണ്ടോ? ചില മനുഷ്യരുണ്ടേ, പ്രാണം വലിച്ചു കിടക്കുക. അന്നേരം പറയാ, ശൈശവ സഹജമായ ഹൃദയം. ഒരപ്പച്ചൻ മരിക്കാൻ കിടക്കുമ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ വന്ന് ഓരോന്ന് ചോദിക്കുക, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇളയ മകൻ കൊച്ചുമകൻ വന്നിട്ട് ചോദിക്കുക,
വല്യപ്പച്ചൻ സൈക്കിളെ കയറുന്നോ? എപ്പോഴാ കോമാ സ്റ്റേജിൽ കിടക്കുക അന്നേരം ചോദിക്കുന്നത്. കാരണം അവൻ്റെ വീക്ഷണത്തിൽ പുറകിലെത്തി കുറച്ചു നേരം സൈക്കിൾ ചവിട്ടിയാൽ ഈ സങ്കടം മാറുമെന്ന് അവൻ ധരിച്ചിരിക്കുന്നത്. ഹെരോദാ ഓർത്ത് ഇപ്പോൾ ഒരു മിറക്കിൾ നടത്തും. ഹെരോദാ ആകപ്പാടെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് പീലാത്തോസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോ. പീലാത്തോസിൻ്റെ അടുത്ത് ഇല്ലേ പുള്ളിക്ക് വലിയ സന്തോഷം. എന്നെ ഉയർന്ന കോടതിയായിട്ട് അംഗീകരിച്ചു കേട്ടോ. അംഗീകരിച്ചു ഒന്നും അല്ല ചേട്ടാ, മറിച്ച് എന്തിനാ ഇവിടെ ഇത് കൈകാര്യം ചെയ്യാൻ വകുപ്പില്ലെന്ന്. അപ്പം ആരിത് കൈകാര്യം ചെയ്താലും നിയമവിരുദ്ധമാകും, കൊണ്ടുപോ, അവിടേക്ക് പോ. വീണ്ടും അടുത്തൊരു പെഗ്ഗൂട് അടിച്ചിട്ട് ഇങ്ങനെ ബോധരഹിതനായി കിടക്കുകയുണ്ട്. വീണ്ടും വിളിച്ചു, ദേ വിളിക്കുന്നു, ചെന്നു. എന്താ വിഷയം? ഇതാ വിഷയം. ഹെരോദാ ഇങ്ങോട്ട് വിട്ടു. പേപ്പറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ശരി, എൻ്റെ സ്നേഹാന്വേഷണം ബഹുമാനായ ഹെരോദാവിനെ അറിയിച്ചേക്ക്. സന്തോഷം. അപ്പോൾ ആളിനെ കൊണ്ട് നിർത്തി. കേസെല്ലാം കേട്ടിട്ട് പറഞ്ഞൊരു 40 അടി കൊടുത്തു വിടണം. പക്കോ എന്നിട്ട് കൊണ്ടുവരണം ഇവിടെ കേട്ടോ. 40 അടിക്ക് വേണ്ടി പുറത്ത് കിടക്കുമ്പോൾ തലയിൽ സിസീവൈ സ്പൈനസ് എന്നറിയപ്പെടുന്ന മാരക വിഷമുള്ള, അതതിൻ്റെ ശാസ്ത്രനാമം, അതുകൊണ്ട് മെടഞ്ഞൊരു കിരീടം തലയിൽ വെച്ചു. ഇസ്രായേലിൽ ഈ മുള്ള് ഇന്നും വലിയ വിലക്കാണ് വിൽക്കുന്നത്. ആ കിരീടം അതെടുക്കാനൊന്നും നോക്കിയില്ല. ഞാനൊരിക്കൽ അവിടെ പോയി എന്ന് പറയാനൊന്നുമല്ല, എന്നിട്ടൊരു മുള്ളു പറിച്ചു. മുള്ളു പറിക്കാൻ കാരണം അത് പറിക്കരുതെന്നാണ്. പിന്നെ ഞാനൊരു മലയാളിയായി പോയതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റാതെ വന്നു. ഒത്തിരി ഞാൻ കൺട്രോൾ ചെയ്തെങ്കിലും പെട്ടെന്ന് ഓർത്തു, ദൈവമേ, ഞാനൊരു മലയാളിയാണല്ലോ, അതിനോട് നീതി പുലർത്തണമല്ലോ. അത് പറിച്ചു വഴിക്കാനൊരു കാര്യം മനസ്സിലായി. അതിൻ്റെ ഒരല്പം ഈ കയ്യിൽ കൊണ്ടു, ഇതങ്ങോട്ട് തടിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ വേറെ കേസ് വരും. നമ്മൾ അനുഭവിച്ചതിന് കയ്യും കണക്കില്ല, ചില്ലറയല്ല വേദന. പക്ഷെ ഒന്ന് പഠിച്ചു. ഞാനിതിപ്പോൾ പൊതുവിൽ പറയാറുണ്ട്, പണ്ട് പറയാറില്ലായിരുന്നു. ഞാനിത് ആദ്യം പറഞ്ഞത് വീട്ടിൽ പോലും അല്ല, ബഹുമാനപ്പെട്ട PC ചെറിയാച്ചാൻ്റെ അടുത്താണ്, കൺവെൻഷൻ പ്രാസംഗികൻ. ഞങ്ങൾ അയൽക്കാരായിരുന്നു. ഈ സ്നേഹബന്ധമൊക്കെ വെച്ച് ഞാൻ പറഞ്ഞ അച്ഛാ, അദ്ദേഹം വെച്ചിച്ചിറ ആണ്, സ്വദേശിയാണ്. മുക്കൂട്ടുതറ ചന്തയിൽ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമാണ്. ഞങ്ങളുടെ വേവിച്ചനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടുത്തെ ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു ഞാൻ. അദ്ദേഹം ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ വെച്ചാൽ ഞാനിങ്ങനെ ഒരു സാധനം അവിടുന്ന് പറിച്ചെടുത്തു. അതിങ്ങനെ കയ്യെ കൊണ്ടു. പുള്ളിയുള്ളവരാ, എൻ്റെ കുഞ്ഞാ, ഞാനും ഒരെണ്ണം പറിച്ചെടുത്തു. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് പറ്റിയതാ, നീ ആരോടും ഇത് പറയണ്ട. ഈ സാധനമാണ് ഈ മുള്ള്, അതികഠിന വേദന. ഇതൊക്കെ വച്ചോ, നീ അടിക്കൊണ്ട രീതി ചുമ്മാ 40 അടി അടിച്ച് വിടുകയല്ലെന്ന്. കമഴ്ത്തി കിടത്തി, പുറത്തു 10 അടി. ആ 10 അടി അടിച്ചവൻ്റെ ജോലി കഴിഞ്ഞു. ഇനി മലർത്തി കിടത്തി മറ്റൊരുവൻ വന്ന് 10 അടി. പ്രമാണമൊക്കെ വായിച്ചിട്ടായി അടിക്കുന്നത്. ആ അടിക്ക് ഒരേ ദിശയിലേക്ക് അടിക്കാവൂ, മാറാൻ പാടില്ല. റോമ ചുമ്മാ അയലിലും കയറി കഴിഞ്ഞ ദിവസം ആ പോലീസുകാരൻ തല്ലിയുള്ളൊന്നും തല്ലാൻ പറ്റില്ല. കളിയങ്ങ് മാറി, ഇവനകത്ത് പോകും. അതാ സ്ഥിതി. അടി നേരെ അടിച്ചു. ഈ 20 അടി കഴിയുമ്പോൾ ആളിനെ വീണ്ടും കമഴ്ത്തും. മുമ്പേ അടിച്ചത് നേരെയെങ്കിൽ അടുത്ത അടി ക്രോസാണ്. അകത്തും ഇതുപോലെ അടിക്കും. ഈ ശരീരം എങ്ങനെ കിടക്കുമെന്ന് നിങ്ങളത് സങ്കല്പിച്ചേ. ഇത് ആത്മാവിൽ കണ്ടിട്ട പ്രവാചകൻ പറഞ്ഞതേ. അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി. ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ യേശുവിനെ ഇത്രയും ചെയ്തിട്ട് തലയിൽ മുൾക്കിരീടവും വച്ച് പരിഹസിച്ചൊരങ്കിയിട്ട് കയ്യിലൊരു ചെങ്കോലും കൊടുത്തുകൊണ്ടും, ഇതൊക്കെ നിയമവിരുദ്ധമാണ്. നമ്മുടെ നാട്ടിലൂടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കണ്ടോ, പോലീസ് അവൻ്റെ മുഖമെല്ലാം മൂടി നമുക്ക് ഇങ്ങനെ പോലീസ് രക്ഷിക്കുകയല്ല, അത് നിയമമാണ്. കാരണം അയാളെ മറ്റാരും തൊടാൻ പാടില്ല. കാരണം ഇയാൾ കുറ്റവാളി എന്ന് മനോരമ പറഞ്ഞാൽ, പോലീസ് പറഞ്ഞാൽ, DGP പറഞ്ഞാൽ പോലും കുറ്റവാളിയല്ല. ആ ആൾ കുറ്റവാളി എന്ന് ചത്തവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാലും കുറ്റവാളിയാവില്ല. വേണ്ടനെ അവൻ തന്നെ പറഞ്ഞു, ഞാൻ ആ കുറ്റവാളിയാവില്ല. കോടതി പറയും വരെ, വിധി വരും വരെ കുറ്റവാളിയല്ല.
നമ്മൾ കൈവച്ചാലേ വേറൊരു കുറ്റമാണ്. അതുകൊണ്ട് അവനെ ഇങ്ങനെ സംരക്ഷിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടു കൊടുക്കണം. അതിനാണ് പോലീസ് ഇങ്ങനെ ശ്രദ്ധയോടെ നമ്മളാരും കൈവെക്കാതെ കൊണ്ടവനെ കൊടുക്കുന്നത്. അത് രാജ്യ നിയമമാണ്. അങ്ങനെയാണ് എൻ്റെ നിയമം. അവനെ മറ്റൊരു രീതിയിൽ അവഹേളിക്കാൻ പാടില്ല. അവൻ്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും കോട്ടം വരുന്ന വിധത്തിൽ ഇടപെടാൻ പാടില്ല. അത് പണം വാങ്ങിയൊന്നും ചെയ്യുന്നതല്ല, അത് രാജ്യ നിയമമാണ്. ഇത് കിട്ടാതെ പോയ ഒരു ശിക്ഷാരീതിയല്ലേ ഈ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട്, ഈ അങ്കി ധരിപ്പിച്ച്, മാനസികമായി തകർത്ത്, ഈ വടിയും കയ്യിലെന്തിയിട്ട്? വേണ്ട വേണ്ട, ഇതിൻ്റെ 4-1 മതിയില്ലേ നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടാൻ? ഇങ്ങനെ കൊണ്ട് കോടതി മുറിയിൽ നിർത്തിയിട്ട് വിചാരണ തുടരുമ്പോൾ അവർ പറയുക, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ശാന്തമാവില്ലെന്നേ, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. വിളിച്ചലമുറയിടുമ്പോൾ പീലാത്തോസ് പറയുക, ഞാനൊരുവനെ പെസകതോറും വിട്ടുകൊടുക്കുന്ന പതിവുണ്ട്, ഞാനിവനെ വിടും. ജനം പറഞ്ഞു വേണ്ട, ബറബാസിനെ. നോക്കണേ, അഭിപ്രായ സർവേയിൽ തോറ്റുപോയ ആളാണ് കർത്താവായ യേശു. അവിടെ ജയിച്ച ബറബാസാ. ജനാധിപത്യം ജയിപ്പിച്ചത് ബറബാസിനെയാണ്. ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ ബറബാസ് ജയിച്ച് പുറത്തു വന്നു. ജനപിന്തുണ ബറബാസിനാണ്. അവൻ പുറത്തു വന്നു. യേശുവിനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടു. അതിനു മുമ്പ് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് പീലാത്തോസ് ഓർത്തു, ഒന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പരസ്യ വിചാരണയുടെ ഭാഗമായി ചോദിച്ചു, കുറ്റം എന്തവൻ ചെയ്തേ? ഒന്നൊരു ചേട്ടൻ പറയാതെ, ഇവൻ ദേവാലയം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പം? നിങ്ങൾ പൊളിച്ചിടും, അവൻ പണിയുമെന്നറിയാമായിരുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ മതി. അതൊരു കുറ്റമൊന്നുമല്ല. കുറ്റമാണെങ്കിൽ തന്നെ ക്രൂശിക്കേണ്ട കുറ്റമാണോ? അല്ല. ഒരുത്തൻ പറയാ, ഇവനെ നികുതി കൊടുക്കുന്ന ശീലമേ ഇല്ല സാർ, കൈസർക്ക് നികുതി കൊടുക്കരുതെന്ന് എത്ര ആവർത്തി ഇവൻ പ്രസംഗിച്ചു എന്ന് പറയാൻ തുടങ്ങി. വക്കീൽ പറഞ്ഞു, മിണ്ടരുത്, കഴിഞ്ഞ ആഴ്ച പത്രോസിൻ്റെയും അവൻ്റെയും നികുതി ഒന്നിച്ചടച്ച രസീത് കാണും അവിടെ. പറയരുത്, വേറെ കുഴപ്പം വരും. കോടതിയെ മിസ്ഗൈഡ് ചെയ്യരുത്, അവിടെ നിർത്ത്. അപ്പോൾ ഒരുത്തൻ എന്നിട്ട് പറഞ്ഞു, സാർ ഇവനേ രാജാവ് എന്ന് പറഞ്ഞു. അത് ഗൗരവ, വിഘടനവാദമാ. ചോദിക്കാം. പീലാത്തോസ് ചോദിച്ചു, ഓ യേശൂസ് നാസറിൻ ബെൻ ഔസേഫ്, നസ്രയനായ യേശുവേ, യോസേഫിൻ്റെ പുത്ര, ഒഹൈമീ ബെസേലിയൂസ് ഈസൂസ് നാസറിൻ. ബെസേലിയൂസ് എന്ന് കേട്ടപ്പോൾ അത്യാവശ്യം മനസ്സിലായില്ലേ? ഒഹൈമീ ബെസേലിയൂസ് ഈസൂസ് നസ്രൈൻ, നസ്രയനായ യേശുവേ, നീ ബെസേലിയൂസ് ആണോ എന്ന് വെച്ചാൽ, ആർ യു ദ കിങ്? നീ രാജാവാണോ? ഇവിടെ പറയുന്നതാ പറച്ചിൽ, അല്ലാതെ പ്രസംഗിച്ച് പൊതുവിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല പ്രശ്നം. ഇത് കോടതിയാണ്. കോടതി എന്താണെന്ന് അറിയണില്ലേ? പുരട്ചി തലൈവി തലകറങ്ങി വീണ സ്ഥലമാണ്. പിന്നെ അവർ എണ്ണീറ്റിട്ടില്ല. കേട്ടാ ഇച്ചിരി ഉള്ള അതിനകത്ത് നീന്ത് നോക്കണം, അറിയാം. ഞങ്ങളെയൊക്കെ സ്വന്തം ഈ കോടതി വീട് പോലെ ഇപ്പം. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, പോവുക വരിക. അതുകൊണ്ടിത് മനസ്സിലായി എൻ്റെ രീതികൾ. അപ്പോൾ ഈ കോടതി ചോദിച്ചു, അവിടെ അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ കളി മാറും. അവിടെ പറയാൻ ചില രീതികളുണ്ട്. പഞ്ചപുച്ഛം അടയ്ക്കുന്ന മര്യാദയ്ക്ക് സംസാരിക്കണം. ആ സ്ഥലമാണ് അവിടെ. നമ്മുടെ ബാലകൃഷ്ണപിള്ള സാറും ഒക്കെ തലയിറങ്ങി വീണ, ഒത്തിരി മഹാന്മാർ തലയിറങ്ങി വീണു. യേശുവിൻ്റെ തലയും തല്ലിപ്പൊളിച്ച് ദേഹത്തടിച്ച് ഈ ചെങ്കോലും പിടിപ്പിച്ച് നിൽക്കുമ്പോൾ പലതവണ തലയിറങ്ങി വീഴണ്ട അല്ലേ? ഇതും പിടിച്ച് അവിടെ നിന്നപ്പോൾ ചോദിക്കുക, നീ രാജാവാണോ? ഇതിപ്പോൾ ഞാനാണേ പറഞ്ഞേ, അത് അച്ഛാ ഞാനേ ആ പ്രസംഗത്തിന് ആവേശം വന്നപ്പോൾ രാജാവാണെന്നൊക്കെ പറഞ്ഞച്ചാ, അത് സത്യമാണ്. രാജാവായിട്ടൊന്നും പറഞ്ഞല്ല. പിന്നെ ഞങ്ങളുടെ ആൾക്കാർ പണ്ട് മുതലേ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പരമ്പര വന്നുകൊണ്ട് രാജാവാണെന്നൊക്കെ പ്രസംഗിച്ച് കാണും. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ സൂര്യകല കണ്ടില്ലേ, എന്തോ ഒരു തേജസ് അച്ഛാ. ഇങ്ങനെ പീലാത്തോസിനോടൊന്ന് പറഞ്ഞാൽ പറയും, ആ പൊക്കോ, അവൻ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു. ക്രൈസ്തവികതയുടെ മുഴുവൻ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന, ആഭിജാത്യം ഉയർത്തിപ്പിടിക്കുന്ന, മഹിമ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥലമാ പീലാത്തോസിൻ്റെ കോടതി.
പീലാത്തോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഏയ് മീ പീലാത്തോസ്, ഞാനാകുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ എയ്മി എന്ന് പേരിടുമല്ലോ, അർത്ഥം ഞാനാകുന്നു എന്നാണ്. ഞാൻ ആകുന്നു. അതിനെ വെറുതെ വിടാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നറിയാമല്ലോ. ഇല്ല മോനെ, ഉയരത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് അധികാരം? ഇത്ര ആത്മസംയമനത്തോടെ പ്രതിവചിക്കാനുള്ള കെൽപ്പി ഗെസ്സമനെന്ന് നമ്മൾ പ്രാപിച്ചാട്ടോ. ആത്മസംയമനം തള്ളിക്കളയരുത്. ഏത് കരുത്തുറ്റ ചോദ്യത്തിലും ഭക്തനൊരു നിലപാടുണ്ടായിരിക്കണം. അവനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടു. ഈ യേശു പഠിപ്പിച്ചൊരു പാഠമാണ്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. നല്ല കാര്യമാണ്. അപ്പം ഞാനിവിടെ ഇതൊക്കെ ആണെങ്കിലും പറയും, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ ഗുരു കർത്താവായി യേശു ക്രിസ്തുവാണ്. സംശയണ്ട. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ എൻ്റെ ഒത്തിരി ശിഷ്യഗണങ്ങളുണ്ട്. സഹോദരന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. നല്ല സ്നേഹമുള്ള ആൾക്കാർ. അത് ഫ്രാൻസിസ് സാറിനും അറിയാം. ഞങ്ങളുടെ പൊതുവായ ശിഷ്യഗണങ്ങൾ ഒത്തിരി ഉണ്ട്, പലയിടത്തുമുണ്ട്. നല്ല സ്നേഹമുള്ള ധാരാളം പേര്. കുരുത്തം കെട്ട അപൂർവ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ വിട്ടുകളയുക, ക്ഷമിച്ചേക്കുക. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. ഈ ശിഷ്യന്മാർ നല്ലതെന്ന് പറയാൻ കാരണം, നമ്മൾ വല്ല വഴിയിലോ അപ്രതീക്ഷിത സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ അവർ വരുന്നു, പരിചയപ്പെടുന്നു, ഭക്ഷണം വാങ്ങിത്തരുന്നു, എന്തൊക്കെ വേണം അത് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. നമുക്ക് പറ്റുന്നില്ലെന്നുള്ളൂ. അങ്ങനെ ഞാൻ ചോദിക്കും, കർത്താവേ, അങ്ങയോളം നല്ലൊരു ഗുരു ലോകത്തില്ല. പക്ഷെ അങ്ങയ്ക്ക് കിട്ടിയ നല്ല ശിഷ്യനാരാ? ആരായിരുന്നു ആ നല്ല ശിഷ്യൻ? പത്രോസോ? ഞാൻ സമ്മതിക്കില്ല. യാക്കോബോ? ഞാൻ സമ്മതിക്കില്ല. അന്ത്രയോസോ? ഏയ്, അവരൊന്നും നല്ല ശിഷ്യന്മാരാണോ? അല്ലെന്ന് പറയാൻ കാരണം, എനിക്ക് കാരണമുണ്ട്. എന്താണ് കാരണം? ഗുരു, അങ്ങയുടെ സന്തോഷ സമൃദ്ധിയുടെ കാലത്ത് അങ്ങയ്ക്കൊപ്പം നിഴൽ പോലെ നടന്നില്ലേ അവർ? അങ്ങ് യോഗാനന്തരം 5 അപ്പം വാങ്ങി അനുഗ്രഹിച്ച് 5000 കൊടുക്കുമ്പോൾ ഇവരൊക്കെ കൂടെ നടന്നു, അപ്പം ഭക്ഷിച്ചു, ആളുകളെ ഇരുത്തി വിതരണം ചെയ്തു, ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു. അങ്ങ് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ഇതാ ഉയർപ്പിൻ്റെ ശക്തി നിന്നിലുണ്ടെന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ അറിയിച്ചില്ലേ? 12 പേര് പറഞ്ഞു. ഗുരു, അങ്ങ് ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും കെട്ടടങ്ങാത്ത താരവാരത്തോടെ അവർ കൂടെ നിന്നു. അതൊക്കെ ശിഷ്യത്വമല്ലേ? അല്ലല്ല, അങ്ങ് കടലിൽ മീതെ നടക്കുമ്പോൾ ലോകത്തൊരുത്തനും ചെയ്യാത്ത ഈ അത്ഭുത പ്രവൃത്തി കണ്ട് അങ്ങക്കൊപ്പം വന്നില്ലേ? പത്രോസ് നടക്കാൻ ശ്രമിച്ചില്ലേ? അങ്ങയുടെ പ്രവൃത്തി കണ്ട് അവർ ആനന്ദചിത്തരായില്ലേ? ഞാൻ പറയൂ, അതും ശിഷ്യത്വത്തിന് തെളിവല്ല. പിന്നെ കാട്ടുകഴുതക്കുട്ടിയുടെ പുറത്ത് ശക്തിപ്രകടനം നടത്തി യെരുസലേമിലേക്ക് പോകുമ്പോൾ കൂടെ കൂടിയില്ലേ? അവരൊക്കെ ഒലിവിലയുടെ ചില്ല, ഒലിമരത്തിൻ്റെ ചില്ല കൊടിച്ച് തണലൊരുക്കി അതിലൂടെ കടന്നുപോയില്ലേ? ഞാൻ പറയൂ, അതും ശിഷ്യത്വത്തിന് തെളിവല്ല. പിന്നെന്താ ശിഷ്യത്വം? ഗുരു, അങ്ങ് നീറിപ്പുകഞ്ഞ് മരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിലൊരാൾ പോലും ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഉദ്ദേശിച്ച പോലില്ല. യോഹന്നാനുണ്ട്, അത് മാറ്റി നിർത്താം. പത്രോസ്, താങ്കൾ എവിടാ? അന്ത്രയോസ്, താങ്കളുടെ ഗുരുവിന് ഏറ്റവും വേണ്ടപ്പെട്ട നിമിഷമായത്, താങ്കൾ എവിടാ? അല്ലയോ യാക്കോബ്, താങ്കൾ എവിടാ? പറയൂ. ഇപ്പോൾ ഗുരുവിന് നിന്നെ കാണണം. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ഗുരു ക്രൂശിൽ എങ്ങനെ കിടക്കുക? ആ കണ്ണടയും മുമ്പ് ഗുരുവിന് നിങ്ങളെ കാണണം. മനസ്സിലാവുന്ന വല്ലതും? ഞാനിന്ന് രാത്രി ചോദിക്കുക, നിങ്ങളാണ് യാക്കോബെങ്കിൽ, നിങ്ങളാണ് അന്ത്രയോസെങ്കിൽ ഈ വാർത്ത കേട്ട് വീട്ടിലിരിക്കുമോ?
യേശുവിനെ കാണാൻ ചൊല്ലുമോ? ഞാൻ പറയും, ജനിച്ച യേശുവിനെ കാണാൻ കാട്ടുന്ന തിടുക്കമല്ല ശിഷ്യത്വം. മൂരും കുന്തിരിക്കവും പൊന്നും കൊണ്ട് കാഴ്ചവെക്കുന്നതല്ല ശിഷ്യത്വം. കടൽമീതെ നടക്കുന്നത് കാണുമ്പോൾ ആരവാരം പുറപ്പെടുവിക്കുന്ന ആഹ്ലാദപ്രകടനമല്ല ശിഷ്യത്വം. എൻ്റെ പരമഗുരു ക്രൂശിൽ പ്രായച്ചിത്തമായി എരിഞ്ഞു തീരുമ്പോൾ ഞാൻ നിനക്കൊപ്പമുണ്ട്, നീ ഒറ്റക്കല്ല. അവസരം വന്നാൽ ആ ക്രൂശ് മരം എനിക്ക് ലോകം വിധിച്ചാലും ഞാൻ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കും. ഇതിന്റെ പേരാ ക്രിസ്ത്യാനിത്വമെങ്കിൽ അതിന് തുനിയുന്ന ഒരാളെങ്കിലും ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ തിരഞ്ഞ ഈ യോഗം അകത്തും പുറത്തു വരുന്ന സുവിശേഷം കേൾക്കുന്നവരെ ക്രൂശ് ചുമക്കുന്നതാ യേശുവിന്റെ ശിഷ്യത്വം. അത് കിട്ടാത്ത പൈതൃകമല്ല, പാരമ്പര്യമല്ല. ഈ ക്രൂശ് ചുമക്കുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം. അതിന് കാണുന്നില്ലെങ്കിലേ താങ്കൾ എങ്ങനെ ശിഷ്യനാകും? ഇനി ഞാൻ പറയാം. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലത്തെ അഭിവൃദ്ധിയുടെ കാലത്തൊപ്പം നിൽക്കുന്നവനല്ല ശിഷ്യൻ. കഷ്ടതയുടെ കണ്ണീരിൻ്റെ തീവ്രതയിൽ കൂടെ നിൽക്കാൻ, ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ ആര് സന്നദ്ധത കാട്ടും? അങ്ങനെയുള്ളവരുടെ ഒരു കാലം വരാൻ പോവാ ഇന്ത്യയിൽ. ക്രൂശ് ചുമക്കാൻ മനസ്സുള്ളവരുടെ കാലം. അടുത്ത കാലം വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതേ മാളികകൾ വെട്ടിപ്പിടിക്കുന്ന, ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കുന്ന അത്തരത്തിലെ കപട സുവിശേഷത്തിന്റെ വ്യാജമായ പ്രചരണങ്ങളാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടതേ ക്രൂശ് ചുമക്കാൻ കെൽപ്പുള്ള യുവനിരയുടെ തന്റേടമാണ് നമുക്കിന്ന് രാത്രി പകരം വെച്ച് കൊടുക്കാനുള്ളതെന്നുള്ള സന്നദ്ധതയോടെ ആരിവിടെ വന്നിട്ടുണ്ട്. അവരെ ഉപയോഗിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയുള്ളത് യോഗം. അതിന് പ്രായം തടസ്സമല്ല, ജീവിത സാഹചര്യം തടസ്സമല്ല. അവരെ തിരഞ്ഞണഞ്ഞു വന്ന നാഥൻ ഒരു ശിഷ്യനെ തേടുക ഈ രാത്രി. ഈ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി ഇറങ്ങിത്തിരിച്ചിട്ട് ആ ശിഷ്യത്വം കിട്ടാതെ നിങ്ങൾ തിരിച്ചു പോകരുത്. എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും, സമയമെത്തി. ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു. പാട്ടുപാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ഇതിൽ പലവിധ സംഘാടകത്വം വഹിക്കുന്നവരുണ്ട്. ഒരാൾ അയാളുടെ പാട്ടിന് അല്ലെങ്കിൽ സംഗീതോപകരണം കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയാളുടെ പ്രസംഗത്തിന് ഒരു കോൾ ഷീറ്റ് നിശ്ചയിച്ച് പറയുന്നത് ഒരു തെറ്റാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് വണ്ടിയെ വരണം, അയാൾക്ക് അയാളുടെ കാലിബർ അനുസരിച്ച്, താലന്ത് അനുസരിച്ച്, തിരക്കനുസരിച്ച് അയാൾ സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് ഈ കാര്യം ചെയ്യാൻ ഇത്രയും ഒരു കോൾ ഷീറ്റ് വേണം എന്നറിയിച്ചു എന്ന് വിചാരിക്കുക. ഒരു തെറ്റുമില്ല. മനസ്സുണ്ടെങ്കിൽ ആ പാട്ടുകാരനെ വിളിച്ചാൽ മതി, മനസ്സുണ്ടെങ്കിൽ ആ പ്രസംഗനെ വിളിച്ചാൽ മതി. ഞാൻ അവർക്കൊപ്പമാണ്. പക്ഷെ ഒറ്റ കാര്യത്തിൽ വിയോജിക്കുന്നു. അത് ശുശ്രൂഷയാണ് എന്ന് മാത്രം പറയരുത്. മനസ്സിലായില്ല? കരഞ്ഞു പിഴിഞ്ഞൊരു സാക്ഷി പറയരുത്. കർത്താവ് എനിക്കൊരു പാട്ട് തന്നു, ആ കൈവച്ചേക്കും. കർത്താവ് എനിക്കൊരു ചിന്ത തന്നു, ആ ചിന്തയും കൈവച്ചോ. ഈ പുസ്തകം അത്തരത്തിലെ ധനസമ്പാദനത്തിൻ്റെ വഴിയല്ല. വിശ്വാസം ഉണ്ടോ? നിൻ്റെ പാട്ടും പ്രസംഗവും ശുശ്രൂഷകളും പ്രവചനവും ദൈവം തന്ന സകലതും ആത്മാർത്ഥമായി നിർവഹിക്കാനുള്ളതാണ്. അത് ക്രൂശിൻ്റെ സേവനത്തിനുള്ളതാണ്. ആ ചിന്ത നഷ്ടപ്പെടുന്ന ഇടത്ത് നീ കേവലം താലന്തിൻ്റെ പ്രദർശകൻ മാത്രമാണ്. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ കാര്യാദികളിൽ തെറ്റുമില്ല. ആ ഡിമാൻഡ് പറഞ്ഞേ പോകാവൂ. പക്ഷെ അത് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയല്ല. മനസ്സിലായില്ല? ഇതൊക്കെ ഈ കാലത്തിന് വന്ന ചില പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു വച്ചേ. സ്തോത്രം. ക്രൂശിൻ്റെ ചുവട്ടിൽ പലരും നിൽപ്പുണ്ട്, കൂടുതലും സ്ത്രീകളാണെന്നേ. ആകെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യോഹന്നാനും യേശുവും തമ്മിലൊരു ബന്ധമുണ്ടേ. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരി ശലോമിയുടെ മകനാണ് യോഹന്നാൻ, അനുജത്തിയുടെ മോനാ. കൊച്ചു കുട്ടിയായിരിക്കെ യേശുവിൻ്റെ കൂടെ കൂടിയതാ. ഈ കയ്യിലേക്ക് കാരിരുമ്പാണി കുത്തി ഇറക്കുമ്പോൾ, വിലാപ്പുറം കുത്തിത്തുളയ്ക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം വെക്കുമ്പോൾ യുഹാന ഓർത്തത് എന്തൊക്കെയാ? ആ മുൾക്കിരീടം വെച്ച തല എത്രയാവർത്തി ഞാൻ ചീകി വൃത്തിയാക്കി.
ആണിയടിച്ച കാലുകൾ എത്രയാവർത്തി ഞാൻ കഴുകിയിട്ടുണ്ട്. ആ കരം കണ്ടപ്പോൾ ഓർത്തു, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കപ്പുറത്ത് എൻ്റെ പാദവും അവൻ കഴുകിയില്ലേ? ചെളിപുരണ്ട പാദം അവൻ കഴുകി, വ്രണമുള്ള പാദം അവൻ കഴുകി. ആ പരമഗുരുവിൻ്റെ കയ്യിൽ ആണിയടിക്കുമ്പോൾ, അവനെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ യോഹന്നാൻ പോകാത്തത് എന്തെന്നറിയോ? അവൻ്റെ ധൈര്യക്കൂടുതൽ കൊണ്ടല്ല, ഒരാത്മാർത്ഥത. നമുക്ക് നന്ദി കരറ്റിയേ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാവൂ. ക്രൂശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ധൈര്യമല്ല, അതിലും അപ്പുറത്ത് ഒരാത്മാർത്ഥത. നീ എൻ്റെ ഗുരു, നിൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുമ്പോൾ ഞാൻ അവിടെയല്ലേ ഓരം ചേർന്നിരുന്നത്? ഞാൻ നിന്നെ തൊട്ടിട്ടുണ്ട് ആ കരം കൊണ്ട്. നിൻ്റെ അരികിൽ നിന്ന് പോകാൻ എനിക്കാകുന്നില്ല. അനവധി ജീവൽ പ്രതിസന്ധികളിൽ ഈ വിശ്വാസം ഇട്ടിട്ട് പോകാൻ തോന്നുമ്പോഴൊക്കെ നമ്മെ പിടിച്ചു നിർത്തിയ ക്രൂശ്, നമ്മെ പിടിച്ചു നിർത്തിയ ശിഷ്യത്വം, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ച. അവിടെ ചില സ്ത്രീകളെ കാണുന്നുണ്ടേ, പരിഭവമില്ലാത്ത സ്ത്രീകൾ. ആ സാധുക്കൾ വന്നവിടെ നിൽക്കുക. ക്ലയപ്പാവിൻ്റെ ഭാര്യ, മുമ്പ് പറഞ്ഞ മഗ്ദലീന, യേശുവിൻ്റെ അമ്മയായ മറിയം, എല്ലാം അവിടെയുണ്ട്. ഒരു പറ്റം സ്ത്രീകൾ. നിങ്ങൾക്ക് വിലയും നിലയും നൽകുന്ന ഇടം ക്രൂശാണ് സ്നേഹിത. അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക. പക്ഷെ ക്രൂശ് കണ്ടവൻ ഒരു കാര്യം പിടികിട്ടും, ഇതുവരെ ചെയ്യാത്ത ശുശ്രൂഷ ഈ ക്രൂശിൽ നടക്കുന്നുണ്ട്. കൊടും പാപത്തിൻ്റെ മാരകശിക്ഷ ഏറ്റുവാങ്ങി 2 കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതിൽ ഒരു കള്ളൻ നെഞ്ചകം വിട്ടി പൊളിക്കുമാറ് കരഞ്ഞുകൊണ്ട് ഗുരുവിനോട് പറയുക, നിനക്കൊരു രാജ്യമുണ്ട് ഗുരു, ആ രാജ്യത്തിൽ അടിയനെ ഓർക്കണം, എന്നെ അന്ന് ഓർത്താൽ മതി. ആ മാനസാന്തരത്തിൻ്റെ മാറ്റം കള്ളൻ കണ്ടു. ഇനി ഒന്നുകൂടി പറയട്ടെ, ആ ക്രൂശിൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. നിങ്ങളുടെ കാലോ കയ്യോ ഒന്ന് മുറിഞ്ഞു, നഖമൊന്ന് തട്ടി, പകൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു, വൈകിട്ടൊന്ന് കിടന്നുറങ്ങിക്കേ, ഒരു ഉറക്കം കഴിഞ്ഞ് ഉണരും. എല്ലാവരും ഉറങ്ങുമ്പോൾ കഠിന വേദന 10 മടങ്ങ് വേദന ഇരട്ടിക്കും. ഹല്ലേലൂയ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടാകുമ്പോൾ പച്ചിരും പാണി കൊണ്ട് കുത്തിക്കയറ്റി ഉളവാക്കിയ മുറിവ് അതിശക്തിയോടെ വേദനിച്ചു. ആരും കാണാത്ത നിശബ്ദതയിൽ ഈ വേദന ശക്തിപ്പെടുമ്പോൾ, കണ്ണീര് ശക്തിപ്പെടുമ്പോൾ, ക്രൂശിൻ്റെ ചുവട്ടിൽ ഒന്ന് നിൽക്കാൻ ആർക്കും കഴിയില്ല. ഒടുക്കം അവൻ പ്രാണന വിട്ടു. ഇനിയാണ് കാര്യം. പ്രാണന വിട്ട ശരീരം കൊത്തിപ്പറിക്കാൻ കാക്കകൾ പാറിപ്പറക്കുന്നുണ്ടേ, കഴുകന്മാർ അടുത്തു വരുന്നുണ്ടേ, കുറുക്കന്മാർ ഓടി വരുന്നുണ്ടേ. പക്ഷെ ഒരു കാര്യം, എന്തു ചെയ്യും? ഈ ശരീരം കാക്ക കൊത്തിപ്പറിക്കാതെ, കഴുകൻ കൊത്തിപ്പറിക്കാതെ, നരിച്ചീറുകളും കൊത്തിവലിക്കാതെ ഈ ശരീരം സംരക്ഷിക്കണമെന്ന ബോധമില്ലാത്ത നിങ്ങളെങ്ങനെ ശിഷ്യനാകും സുഹൃത്തേ? ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്തമല്ലേ കഴുകന് വിട്ടുകൊടുക്കാതെ, കാക്കയ്ക്ക് വിട്ടുകൊടുക്കാതെ, കുറുനരികൾക്ക് വിട്ടുകൊടുക്കാതെ എനിക്ക് ഈ ശരീരം ഒന്ന് സംരക്ഷിച്ചേ പറ്റൂ. ആരെയും കണ്ടില്ല. പക്ഷെ അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും അവർ രഹസ്യ ശിഷ്യന്മാരാ. അവരഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന ഇടത്ത് നിന്നിട്ടില്ല. ലാസർ ഉയർക്കുന്നിടത്ത് പോയിട്ടില്ല. സമൂഹത്തിൻ്റെ വിധിവിലക്കുകൾ എതിരായിരുന്ന മാനസികാവസ്ഥയിൽ അവർ പരസ്പരം പറയാൻ തുടങ്ങി, സ്നേഹിതാ, നമ്മുടെ ഗുരു മരിച്ചിരിക്കുന്നു, നമ്മുടെ ഗുരു പ്രാണൻ വിട്ടിരിക്കുന്നു. പാതാന്തിക ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ മനസ്സുകൊണ്ട് ഗുരുവെന്ന് വരിച്ചു. അവൻ്റെ ഓരോ ചലനങ്ങളും എൻ്റെ ഹൃദയത്തിന് സ്പന്ദനമുളവാക്കി. എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ അവനിൽ അർപ്പിച്ചിരുന്നു. ആരും കാണാത്ത ആ വലിയ ഗുരുവിൻ്റെ പൈതൃക ബോധം എൻ്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ മാറി നിൽക്കില്ല. എനിക്ക് എടുത്തു ചാടണം. ഞാൻ ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയും, എനിക്കൊരു ഗുരുവുണ്ട്, എനിക്കൊരു ഗുരുവുണ്ട്, എനിക്കൊരു ഗുരുവുണ്ട്. രഹസ്യ ശിഷ്യത്വം മറനീക്കി പുറത്തു വന്നു.
രണ്ടാളും അങ്ങോട്ട് ചെന്നു. പീലാത്തോസിനെ കണ്ടു. ഇതിലും വലിയൊരു അപേക്ഷ പീലാത്തോസ് തള്ളിയിട്ട് നിൽക്കുക. അവൻ രാജാവെന്ന് പറഞ്ഞു എന്ന് എഴുതി ചേർക്കാൻ അപേക്ഷ വെച്ചിട്ട് തള്ളിക്കളഞ്ഞ പീലാത്തോസ്, യഹൂദ പരീക്ഷകളെ ഓടിച്ചു വിട്ടവൻ, ഇതാ പുത്തനൊരു അപേക്ഷ വന്നിരിക്കുന്നു. അവൻ്റെ ശരീരം ക്രൂശിൽ നിറക്കണം. നിയമവിരുദ്ധമാണേ. മതവികാരം വ്രണപ്പെടും. ആളുകൾ തെരുവിലിറങ്ങും. ഞങ്ങളുടെ ദേവനെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹതഭാഗ്യന്റെ ശരീരം, ഈ മനുഷ്യന്റെ ശരീരം നിലത്തിറക്കിയ കുറ്റം ചുമത്തും. പീലാത്തോസിന്റെ അധികാരക്കസേര തെറിക്കും. പക്ഷേ എന്നിട്ടും നിക്കോദിമോസും അരിമത്തയിലെ യോസേഫും പറയാ, പ്രഭോ, ഞങ്ങൾക്ക് ആ ശരീരം തരണം. അത് കൊണ്ടുപോകാൻ വന്നിരിക്കുക. തരുമോ? ഒരു കാര്യം ഉറപ്പാ, ആത്മാർത്ഥതയുള്ളവൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിയമക്കുരുക്കുകൾ വഴിമാറും. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ വഴിമാറാത്ത ഒരു നിയമവ്യവഹാരവുമില്ലെന്ന് ഈ രാത്രി പഠിച്ചിട്ടേ ദൈവമക്കൾ പോകാവൂ. ഏത് നിയമക്കുരുക്കുകളും അഴിഞ്ഞു മാറി നമ്മെ സ്വസ്ഥമാക്കുന്ന സുവിശേഷം അതാ ഇവിടെ നടക്കുന്നത്. പീലാത്തോസ് പറയുക, അനുവദിച്ചിരിക്കുന്നു. അങ്ങോട്ട് നടന്ന യഹൂദന്മാർ പറയുക, അവനെ ഞങ്ങളെ പറ്റിക്കും. അവൻ്റെ ശരീരം അടിച്ചു മാറ്റിയിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് വീമ്പിളക്കും. ആദ്യത്തെ ചതി, ഈ ചതി ആദ്യത്തെ ചതിയിലും ഒടുക്കമാകും. അങ്ങനെ ചതിച്ചേ ശരീരം അടിച്ചു മാറ്റി പ്രചരിപ്പിച്ച വ്യാജവാർത്തയാണെങ്കിലേ ഈ 2000 ആണ്ടായി ഞങ്ങളിത് പ്രസംഗിക്കില്ല. ഇതാ ചരിത്രം സാക്ഷി, കാലം സാക്ഷി. അനുഗ്രഹീതമായ കല്ലറ ഉലകത്തോട് വിളിച്ചു പറയുക, അവനിവിടെ ഇല്ല, അവനവിടെ ഇല്ല എന്നുള്ള സത്യം പറയാൻ ദാ കാവൽക്കൂട്ടത്തെയാക്കി കല്ലറ അടച്ചു. 3-ാം നാൾ കല്ലറ തുറക്കുമ്പോൾ, അതിന് മുമ്പത്തെ സംഭവം പറഞ്ഞില്ലല്ലോ, ഈ ശവശരീരം ക്രൂശിൽ നിറക്കി, ഒപ്പി വൃത്തിയാക്കി, മുറിവൊക്കെ തേച്ച് ഭംഗിയാക്കി, മൂറും അകിലും കൊണ്ടുള്ള 100 റാത്തലിൻ്റെ കൂട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ആദരണീയ ശവമടക്ക് കിട്ടുന്നത് ഈജിപ്തിലെ ഫറവോയ്ക്ക. ആ ഫറവോയ്ക്ക് കിട്ടുന്ന അതേ ശവമടക്കിൻ്റെ ആവർത്തനം ഈ സുഗന്ധ ലേപനങ്ങളിൽ യേശുവിൻ്റെ ശരീരം ലേപനം ചെയ്ത് ലിരൻ തുണി കൊണ്ട് പൊതിഞ്ഞ് യേശുവിനെ അടക്കം ചെയ്യുമ്പോൾ പ്രവാചകൻ 700 കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനം അന്ന് നിറവേറി. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ. സ്നേഹിത, നീ ശിഷ്യനാണെങ്കിൽ നീ ആയിരുന്നു ഈ പ്രവചനം നിറവേറാൻ ഇടിവിൽ നിൽക്കേണ്ടത്. പ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയുടെ അരികിൽ വന്നിട്ട് പറയുക, ആ ശരീരം എനിക്ക് വേണം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാധന സ്ഥലം അതാണെന്നേ. കൺവെൻഷൻ വേദിയിൽ നിന്ന് പാട്ട് പാടിയിട്ട് പോരാ പോരാ എന്ന് പറയുന്ന വർഷിപ്പ് ലീഡറിൻ്റെ ആഹ്വാനമല്ല ആരാധന. ക്രൂശിൻ്റെ ചുവട്ടിലൊരു പെങ്കൊച്ചു വന്നിട്ട് പറയാ, നിന്നെ സർവസ്വവും എനിക്ക് വേണം, ആ ശരീരം എനിക്ക് വേണം, എനിക്ക് വേണം. ഈ ശരീരം എൻ്റെയാ. പണ്ടുള്ളവൻ ചോദിച്ചതേ, പ്രവർത്തനക്ഷമമാകുന്നൊരു ശരീര, അത്ഭുതം ചെയ്യുന്ന ശരീര, കടൽ മീതെ നടക്കുന്ന ശരീര, ലാസർ ഉയർപ്പിക്കുന്ന ശരീരമാണെങ്കിൽ ഈ സഹോദരി ചോദിച്ചതേ, നിർജീവ ശരീരം എനിക്ക് വേണം. ഇതാ ശിഷ്യത്വം. ഇന്ന് പലർക്കും വേണ്ടതേ ഭൗതിക വസ്തുക്കളുടെ അനുഭവ സമ്പത്തിലൂടെ വിരാജിക്കാനാണെങ്കിൽ നസ്രായൻ്റെ ഈ തിരുശരീരം ആർക്ക് വേണം? ഞാൻ പറയും, യേശു ജീവിതത്തിൽ കേട്ട ഏറ്റവും സംതൃപ്തിദായകമായ ശബ്ദം ആ പെൺകുട്ടിയുടെ ശബ്ദമാ. എന്താണെന്നറിയണ്ടേ? ചതിവില്ലാത്ത, വഞ്ചനയില്ലാത്ത ശബ്ദം. ഈ ശരീരം ചോദിക്കുമ്പോൾ നിമിഷങ്ങൾക്കപ്പുറത്ത് യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഈ ശരീരം ഉപയോഗിച്ചു കൊള്ളുക. ഈ ശരീരം ഒരുത്തൻ 30 വെള്ളി നാണയം വിലയിട്ടു. ഒരുത്തൻ ആ ശരീരം തള്ളിപ്പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, ആ ശരീരമെന്ന് ഉറപ്പാക്കിയല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. തോമസ് സംശയിച്ച, യൂദാ 30 വെള്ളി നാണയം വിലയിട്ട, പത്രോസ് നിരാകരിച്ച ഈ ശരീരം എനിക്ക് വേണമെന്ന് പറയുന്ന ആ മനസ്സോട് ആരുണ്ട് ഇന്ന് രാത്രി? എനിക്കവനെ വേണം, എനിക്കവനെ വേണം, എനിക്കവനെ വേണം. കണ്ണുകളടയ്ക്ക. ആർക്ക് വേണം ഈ മശികയെ? ആർക്ക് വേണം ഈ ദൈവകുമാരനെ? പ്രവാചകൻ ചോദിച്ചു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു?
യഹോവയുടെ കരമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ക്രൂശിൽ ഈ കിടക്കുന്ന ക്രിസ്തുവിനെ നിരാകരിക്കുന്ന ലോകമേ, ഞങ്ങൾക്ക് യേശുവിനെ വേണമെന്ന് പറയാൻ ആരിന്ന് തയ്യാറെടുക്കും? അതാണ് ശിഷ്യത്വം. യേശുവിനെ വേണമോ? ഈ യേശുവിനെ അനുഗമിക്കാൻ മനസ്സുണ്ടോ? ഈ ക്രൂശ് ചുമക്കാൻ മനസ്സുണ്ടോ? ആരെങ്കിലും അകത്ത് പുറത്ത് ഉണ്ടെങ്കിൽ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായി എനിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, എനിക്ക് സ്നാനമേൽക്കണം. ഇത് രണ്ടും ചെയ്തവരെ ഈ പന്തലിലുള്ളതെന്ന് എനിക്കറിയാം. അതിന് പുറത്താരെങ്കിലും ഞങ്ങൾ കാണാതുണ്ടെങ്കിൽ, അല്ലല്ല ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ യേശുവിനെ അനുധാവനം ചെയ്തതിൽ ഒത്തിരി പിറകില. ഈ 2025 ഇരട്ടിക്കരുത്തോടെ യേശുവിനെ അനുഗമിക്കണം. എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് യേശുവിനെ സാക്ഷിക്കണം, എനിക്ക് യേശുവിനെ പ്രസംഗിക്കുക മാത്രമല്ല പാടി മഹത്വപ്പെടുത്തണം. ആയുസ്സുള്ളിടത്തോളം യേശുവിനായി നിൽക്കണം. ആർക്കാഗ്രഹമുണ്ട്? അങ്ങനെ സമർപ്പണം ചെയ്ത ഒരാളെങ്കിലും അകത്ത് പുറത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചിലർ കരമുയർത്തുന്നു, ചിലർ കരമുയർത്തുന്നു, ചിലർ കരമുയർത്തുന്നു. ആ കരമുയർത്തിൻ്റെ പൊരുളെന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ വചനം നിങ്ങളെ തൊട്ടു, ക്രിസ്തു സാന്നിധ്യം നിങ്ങളെ തൊട്ടു, യേശു ചൈതന്യം നിങ്ങളെ തൊട്ടു. കരങ്ങളെ താഴ്ത്തിയിട. പുതുതായി ആരുണ്ട് അവർക്കും കരമുയർത്താം. ആത്മാവ് ഹേമിക്കുന്നെങ്കിൽ, ദൈവവചനം ഇടപെടുന്നെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങുന്നു, താഴുന്നു, സമർപ്പിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യവും അവകാശവും തന്നതുകൊണ്ട് സ്തോത്രം. അതിൻ്റെ സാക്ഷ്യപത്രമായി ഞങ്ങൾ ഇന്ന് രാത്രി വിളംബരം ചെയ്ത ഈ മഹത് വചനം ദേശത്തിന് സൗഖ്യവും ആശ്വാസവും ഉന്മേഷവുമായി തീരാൻ കരമുയർത്തി സമർപ്പണം ചെയ്തവർക്ക്, ഹൃദയാന്തർഭാഗത്ത് നിൻ്റെ വചനം ക്രിയ ചെയ്തവർക്ക് കൂടുതൽ അനുഗ്രഹമാകാൻ ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.